Plus. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. അങ്ങനെ നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരത്തിലേറി. ടീം മോദിക്ക് 72 അംഗങ്ങളാണ്. ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. എന്നാണെങ്കിലും കേരളത്തിൽ നിന്ന് 2 സഹമന്ത്രിമാർ, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. അതാണ് ഇന്നലത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ. വാർത്താ റൂമിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്നത് ഇന്നലത്തെ സത്യപ്രതിജ്ഞയായിരുന്നു. അപ്പോൾ തന്നെ ഇന്നലെ 2020 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ മറ്റൊരു ആവേശകരമായുള്ള ജയം കൂടി കുറിച്ചു. ഈ ചരിത്രത്തിൽ, ലോകകപ്പ് ചരിത്രത്തിൽ ആകെ ഒരിക്കൽ മാത്രമാണല്ലോ ഇന്ത്യ തോൽവി നേരിട്ടിട്ടുള്ളത്, അതും 2020-ലാണ്. അപ്പോൾ ഇന്നലെ ആ ജയത്തിന്റെ ചരിത്രം തുടരുകയും ചെയ്ത ആവേശകരമായ മത്സരത്തിൽ 6 റൺസിനായിരുന്നു ഇന്ത്യയുടെ ജയം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കാൻ പോകുന്നത്, ഇന്ന് തിങ്കളാഴ്ച ദിവസം നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. അല്പസമയത്തിനകം നിയമസഭാ സമ്മേളനത്തിന്റെ നടപടികളിലേക്ക് കടക്കും. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നമ്മുടെ പ്രതിനിധികൾ തരികയും ചെയ്യും. അപ്പോൾ ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വിശദമായി കടക്കാം. ആദ്യം നമുക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ വിശദാംശങ്ങൾ തേടാം. മൂന്നാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്നുള്ളതാണ് കരുതേണ്ടത്. ആദ്യ മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരും, വൈകിട്ടായിരിക്കും. അത് പ്രധാനമന്ത്രിയും മന്ത്രിമാരും അടക്കം 72 പേരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. രാകേഷ് ആയിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നരേന്ദ്രമോദി 72 അംഗങ്ങളുടെ മന്ത്രിസഭ അധികാരമേറ്റു. ഇനി വകുപ്പുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് വരേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും കേരളത്തിൽ നിന്ന് 2 സഹമന്ത്രിമാരാണ് എന്നുള്ള കാര്യത്തിലും തീരുമാനമായി എന്ന് മനസ്സിലാക്കുന്നു. ഈ വകുപ്പുകളിൽ സാധ്യതകൾ എങ്ങനെയാണ് രാകേഷ്? കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നവർ ഇത്തവണയും അതേ വകുപ്പുകൾക്ക് തന്നെ തുടരാനുള്ള സാധ്യതയുണ്ടോ? എൽദോ, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ 71 മന്ത്രിമാരുമാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ തന്നെ 30 പേർ കേന്ദ്രമന്ത്രിമാരാണ്, ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരാണ്. 5 പേർക്കാണ് സ്വതന്ത്ര ചുമതല നൽകിയത്, 36 പേർക്കാണ് സഹമന്ത്രി സ്ഥാനം. അങ്ങനെ 71 മന്ത്രിമാർ ആണ് ഇന്നലെ പ്രധാനമന്ത്രി കൂടാതെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇതിൽ എൽദോ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് തന്നെ ആദ്യം വരാം. വകുപ്പുകളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP തന്നെയാണ് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ തന്നെ കഴിഞ്ഞ തവണ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്ത 5 മന്ത്രിമാർ ഇത്തവണയും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, ഒപ്പം തന്നെ നിതിൻ ഗഡ്കരി. ഇതിൽ അമിത്ഷാ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭയുടെ ഭാഗമായിരുന്നില്ല. അദ്ദേഹം അന്ന് BJPയുടെ ദേശീയ അധ്യക്ഷനായിരുന്നു. അന്ന് രാജ്നാഥ് സിംഗ് ആണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പിലേക്ക് മാറുകയും അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. നിർമ്മല സീതാരാമൻ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് ആദ്യം വാണിജ്യ വകുപ്പിൻ്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായിരുന്നു, പിന്നീട് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ മന്ത്രിയായി. കഴിഞ്ഞ തവണ ധനകാര്യ വകുപ്പാണ് നിർമ്മല കൈകാര്യം ചെയ്തിരുന്നത്. S ജയശങ്കർ ഇത്തവണയുമുണ്ട്. കഴിഞ്ഞ തവണ വിദേശകാര്യ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്തവണയും S ജയശങ്കർ തന്നെ ആ പദവിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. നിതിൻ ഗഡ്കരി കഴിഞ്ഞ 2 തവണയും ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അദ്ദേഹവും ആ വകുപ്പിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സഖ്യകക്ഷികളുടെ വലിയ വിലപേശൽ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഈ പട്ടിക കണ്ടാൽ മനസ്സിലാവുക. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം TDPയും JDയും ആവശ്യപ്പെട്ടിരുന്ന 4 മന്ത്രിസ്ഥാനമായിരുന്നു. പക്ഷേ ഇപ്പോൾ 71 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അത് ഒന്നാം മോദി സർക്കാരിനേക്കാൾ അല്ലെങ്കിൽ രണ്ടാം മോദി സർക്കാരിനുമായി താരതമ്യം ചെയ്യുമ്പോൾ മന്ത്രിമാരുടെ എണ്ണത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ ഇനി ഒരു മന്ത്രിസ്ഥാനം ഈ രണ്ട് കക്ഷികൾക്കും, അതായത് NDAയിലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും കക്ഷികൾക്ക് ഇനി നൽകാൻ സാധ്യതയില്ല. ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രി സ്ഥാനം കൊണ്ട് ഈ 2 കക്ഷികളും തൃപ്തിപ്പെടേണ്ടി വരുമെന്ന കാര്യമാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവർക്ക് ഇനി ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ തീരുമാനം വരേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായി, സാധാരണഗതിയിൽ രാവിലെയാണ് ഈ പട്ടിക പുറത്തിറങ്ങാറുള്ളത്, ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിലുള്ള പട്ടിക പുറത്തിറങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് അല്പസമയത്തിനകം 10 മണിയോട് കൂടി ഒരു പക്ഷേ ഈ പട്ടിക പുറത്തു വരാം. വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനം വരികയും ചെയ്യാം. ഈ 2 കക്ഷികളും നിലവിൽ ധാരണയായിട്ടുള്ളത് സംസ്ഥാനത്തിന് കൂടുതൽ കേന്ദ്ര ഫണ്ട്, ഒപ്പം തന്നെ പാക്കേജ് തുടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെ സ്റ്റേറ്റ് ഫോക്കസ് ആയ നിലപാടെടുത്തുകൊണ്ട് അവർ ഏതായാലും ഇതിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത 71 മന്ത്രിമാരിൽ 33 പേർ പുതുമുഖങ്ങളാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതായത് ആദ്യമായി മന്ത്രിസഭയിൽ വരുന്നവരാണ് 33 പേരും. അപ്പോൾ പരിചയസമ്പന്നരും ഒപ്പം തന്നെ പുതുമുഖങ്ങളും കൂടി ചേർന്നുകൊണ്ടൊരു കോമ്പിനേഷനാണ് ഏതായാലും മോദി സർക്കാരിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ തന്നെ OBC വിഭാഗത്തു നിന്നും ഒപ്പം തന്നെ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും ഒക്കെ തന്നെ പ്രാതിനിധ്യം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി
നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഹരിയാനയിൽ നിന്നും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സംസ്ഥാനങ്ങളാണ്, അവിടേക്കും കാര്യമായ പ്രാതിനിധ്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഘടകകക്ഷികളുടെ കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആ ഘടകകക്ഷികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും മുഴുവൻ പേർക്കും ക്യാബിനറ്റ് പദവി നൽകിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതിൽ തന്നെ ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒന്ന് JDSന് ലഭിച്ചിട്ടുണ്ട്. JDSന് 2 സീറ്റുകൾ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും അവരെ കർണാടകയിൽ ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന രാഷ്ട്രീയം കൂടി ലക്ഷ്യം കണ്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും JDSന് ക്യാബിനറ്റ് പദവി നൽകിയിട്ടുണ്ട്. ഒപ്പം ജിതൻ റാം മാഞ്ചി ബീഹാറിൽ നിന്നുള്ള നേതാവാണ്, മുൻ മുഖ്യമന്ത്രിയാണ്, HIM നേതാവാണ്. ഒറ്റ സീറ്റ് മാത്രമാണ് അവർക്കുള്ളതെങ്കിൽ പോലും ജിതൻ റാം മാഞ്ചിക്കും ഏതായാലും ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നു. മുൻ മുഖ്യമന്ത്രി അതിന് പുറമെയായി ബീഹാർ ഇലക്ഷൻ അടുത്ത വർഷം വരാനിരിക്കുന്നു, അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് അതെന്ന് മനസ്സിലാക്കാം. JDUവിനും ക്യാബിനറ്റ് പദവിയുണ്ട്. ഒപ്പം TDPക്കും സമാനമായി ക്യാബിനറ്റ് പദവിയുണ്ട്. പക്ഷേ ശിവസേനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശിവസേനയ്ക്ക് അത്തരമൊരു ക്യാബിനറ്റ് പദവിയല്ല, മറിച്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിസ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. ജയന്ത് ചൗധരി UPയിൽ നിന്നുള്ള സഖ്യകക്ഷി നേതാവാണ്, RLD നേതാവാണ്. ജയന്ത് ചൗധരിക്കും സ്വതന്ത്ര ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ഇതാണ് നിലവിലെ സാഹചര്യം. ഏതായാലും വൈകിട്ടാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നത്. 5 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. അതിനു മുമ്പ് ഏതായാലും മന്ത്രിമാരുടെ വകുപ്പുകൾ ഏതെന്ന കാര്യത്തിൽ പ്രഖ്യാപനം വരും. രാകേഷ്, ഒരു കാര്യം കൂടി, ഈ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, രണ്ടുപേരാണല്ലോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ. അതിൽ സുരേഷ് ഗോപി രണ്ടുപേർക്കും അതിൽ ക്യാബിനറ്റ് റാങ്ക് എന്നുള്ളത് കേരളത്തിലുള്ള MPമാർക്കില്ല എന്നുള്ളത് വസ്തുത. ഒപ്പം തന്നെ ഈ വകുപ്പുകൾ ഏതെങ്കിലും ആകാനുള്ള സാധ്യത, അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിവരങ്ങൾ വരുന്നുണ്ടോ? അത്തരമൊരു സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ലായിരുന്നു. ഒരുപക്ഷെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റമുണ്ടായേക്കില്ല. കാരണം നിതിൻ ഗഡ്കരി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയ മന്ത്രിമാരുടെ, S ജയശങ്കർ തുടങ്ങിയവരുടെ വകുപ്പുകളിൽ കാര്യമായ മാറ്റം വരാനുള്ള സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണ അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ തന്നെ അവർ തന്നെ തുടരാൻ തന്നെയാണ് സാധ്യത. സുരേഷ് ഗോപിക്ക് ഏത് വകുപ്പ് കിട്ടും എന്ന കാര്യത്തിൽ ഏതായാലും വ്യക്തതയില്ല. പക്ഷേ ഒരുപക്ഷെ സാംസ്കാരിക മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്ഥാനം അദ്ദേഹത്തേക്ക് നൽകിയേക്കാം. കാരണം സിനിമ നടനാണ്, ചലച്ചിത്ര താരമാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പ് അടക്കമുള്ള നൽകിയേക്കാം. അതല്ലെങ്കിൽ IRB മിനിസ്റ്ററുടെ സഹമന്ത്രി സ്ഥാനം നൽകുമോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഏതായാലും വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം ജോർജ് കുര്യന് ഏത് വകുപ്പ് നൽകുമെന്നുള്ള കാര്യം കൂടിയുണ്ട്. സഹകരണ മേഖലയുമായി ഒക്കെയായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളൊക്കെ കേരളത്തിൽ നടക്കുന്നതാണ്. കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ വലിയ ചർച്ചാ വിഷയമാക്കിയതാണ്. അപ്പോൾ സഹകരണ വകുപ്പിന്റെ സഹമന്ത്രി സ്ഥാനം കേരളത്തിൽ നിന്ന് ഒരാൾക്ക്, ജോർജ് കുര്യനോ സുരേഷ് ഗോപിക്കോ നൽകുമോ എന്നുള്ള കാര്യവും കണ്ടറിയേണ്ട വിഷയമാണ്. റൈറ്റ്, രാകേഷാണ് വിവരങ്ങൾ നൽകി. എന്നാലും നരേന്ദ്രമോദി സർക്കാർ, അത് 3ാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ 72 പേരാണ് ആ ടീമിലുള്ളത്. ആ 72 പേരിൽ പരിചയസമ്പത്തും യുവത്വവും ഒരേപോലെ സമ്മേളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും വകുപ്പുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അത് ഈ ദിവസം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതേണ്ടത്. അപ്പോൾ അതാണ് രാകേഷ് പങ്കുവച്ചത്. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനത്തിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് BJP. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ലഭിക്കുന്ന പൊതു സ്വീകാര്യതയും സുരേഷ് ഗോപിയുടെ ഇമേജും പാർട്ടിയുടെ മുഖം മെച്ചപ്പെടുത്തുമെന്ന് BJP വിലയിരുത്തുന്നുണ്ട്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൂടെ ഇത് പ്രതിഫലിപ്പിക്കാമെന്നും നേതൃത്വം വിശ്വസിക്കുന്നുണ്ട്. ഡാനി പോളിന്റെ റിപ്പോർട്ടിലേക്ക്. രാത്രിയിലും തുടരുന്ന വലിയ ആവേശം തന്നെയായിരുന്നു തൃശ്ശൂരിൽ എവിടെയും കാണാൻ കഴിഞ്ഞത്. കാരണം ലോക്സഭയിലേക്ക് ഇതാദ്യമായി BJP അക്കൗണ്ട് തുറക്കുന്നു. അതും ഏറെ പറഞ്ഞു കേട്ട തൃശ്ശൂരിൽ നിന്ന് തന്നെ സുരേഷ് ഗോപി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട് അയക്കാൻ അവർക്ക് BJP പ്രവർത്തകർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. BJPക്ക് പുറത്ത് വലിയൊരു വോട്ട് നേടുവാനും സുരേഷ് ഗോപിക്ക് വ്യക്തിഗത എന്ന രീതിയിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഇതെല്ലാം BJPയുടെ ഈ ഒരു ആവേശത്തെ ഉയർത്തുമ്പോൾ അതിന് തക്കതായ രീതിയിലുള്ള ഒരു അംഗീകാരം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ, നരേന്ദ്രമോദിയിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് തൃശ്ശൂരിലും കേരളത്തിൽ പൊതുവെയും തന്നെയും BJPക്ക് ഉണ്ടാവുന്നത്. ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താം എന്നത് തന്നെയാണ് BJP ആലോചിക്കുന്നതും. മുന്നോട്ടുള്ള പോക്കുകളും എല്ലാം ആ രീതിയിൽ തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശ്ശൂരിന് പുറത്തും ഈ ഒരു ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഇമേജും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സ്ഥാനലബ്ധിയുമെല്ലാം എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്നത് തന്നെയാണ് BJP കൂടുതലായും ചർച്ച ചെയ്യുന്നത്. വരാനിരിക്കുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ഇതിലെല്ലാം BJP വലിയ രീതിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. കാരണം തൃശ്ശൂരിലുള്ള BJP പ്രവർത്തകർ പൊതുവെയും പറയുന്നത് തൃശ്ശൂർ കോർപ്പറേഷൻ ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്നതേയുള്ളൂ എന്ന് അവർ വിശ്വസിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നു. കാരണം
നിലവിലുള്ള ഒരു വോട്ടിംഗ് ഷെയറും കാര്യങ്ങളുമെല്ലാം നോക്കുമ്പോൾ BJPക്ക് അത് തൃശ്ശൂർ കോർപ്പറേഷനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു കാര്യം അത് അവർക്ക് കൂടുതൽ ഊർജം പകരും. അത്തരം ചിന്തകളിലേക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന് BJPക്ക് കഴിയുകയും ചെയ്യും. സുരേഷ് ഗോപിയുടെ ആ ഒരു ഇമേജ് തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കടന്നുവരവെല്ലാം പുതിയ തലത്തിലേക്ക് BJPയുടെ പ്രവർത്തനത്തെ മാറ്റിയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം BJPക്ക് അപ്പുറത്തേക്ക് ഒരു സ്വീകാര്യത സുരേഷ് ഗോപിക്കുണ്ട്. അതിലൂടെ BJPക്കും അത് ലഭിക്കുമെന്ന് തന്നെയാണ് അവർ വിലയിരുത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെ മുന്നോട്ടുള്ള വഴികളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനം നിർണായക ഘടകമാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിനെ ആഴത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് പാർട്ടി നേതൃത്വം മുതിരുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് BJPക്ക് ക്രിസ്ത്യൻ വോട്ടുകളിലടക്കമുണ്ടായിരിക്കുന്ന ഒരു മേൽക്കൈയുണ്ട്. അത് കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്നത് തന്നെയാണ്. അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കടക്കം അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുണ്ടാകും. അപ്പോൾ ഇതിലെല്ലാം മുതൽക്കൂട്ടാകുന്ന രീതിയിലേക്ക് സുരേഷ് ഗോപിയെ പ്രയോജനപ്പെടുത്തുക, സുരേഷ് ഗോപിയുടെ ഇമേജ് തൃശ്ശൂരിന് പുറത്തും അത് ഉപയോഗപ്പെടുത്തുക എന്ന രീതിയിലുള്ള ഒരു തന്ത്രങ്ങൾ തന്നെയാണ് BJP മുന്നോട്ട് നോക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഇനിയുള്ള നാളുകൾ BJPക്ക് വളരെ നിർണായകം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന പോലെ തന്നെ അടുക്കും ചിട്ടയുമോടുകൂടി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. BJPയുടെ ജില്ലാ നേതൃത്വത്തെ അടക്കം ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം വിജയിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതിൽ തന്നെയാണ് ശ്രദ്ധയൂന്നുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന സ്ഥാനലബ്ധി അടക്കം BJPക്ക് തൃശ്ശൂരിന് പുറത്തും സുവർണ്ണ നാളുകളാക്കി മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിക്കൊണ്ടാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരു മുന്നോട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഡാനി പോളാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. സിനിമയിലെ സൂപ്പർ സ്റ്റാർ ഇനി രാഷ്ട്രീയത്തിലും സൂപ്പർ സ്റ്റാർ ആവുകയാണ്. ലക്ഷ്യപ്രാപ്തിക്കായി ഏതറ്റവും വരെ പോകാനുള്ള മനക്കരുത്താണ് സുരേഷ് ഗോപി എന്ന സിനിമാ താരത്തെ രാഷ്ട്രീയത്തിലും ഏകലവ്യനാക്കുന്നത്. ജനപക്ഷമായിരുന്നു സിനിമകളിലും സുരേഷ് ഗോപി എന്ന നേതാവിന്റെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ റിയൽ ലൈഫിൽ രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോഴും മാറ്റമില്ല. ശരികൾക്കു വേണ്ടി പോരാടുന്ന ജനനേതാവായി കേന്ദ്രത്തിലിനി കേരളത്തിന്റെ ശബ്ദമാകും മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ. സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ പ്രതിച്ഛായ കാത്തുസൂക്ഷിക്കേണ്ട കാലമാണ് മുന്നിൽ. പ്രേക്ഷക ഹൃദയം കീഴടക്കുന്ന കഥാപാത്രങ്ങളാകാനെടുത്ത കടുത്ത പ്രയത്നങ്ങൾക്കപ്പുറമാണ് ജനാധിപത്യത്തിലെ സുരേഷ് ഗോപി എന്ന നേതാവ്. സിനിമാ താരം എന്നതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ വിജയക്കൊടി പാറിക്കാനാകില്ലെന്ന തിരിച്ചറിവോടെയുള്ള പ്രവർത്തനമാണ് സുരേഷ് ഗോപിയെ ജനകീയനാക്കിയത്. പാർലമെന്റ് അംഗമായി തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി തറപറ്റിച്ചത് കേരള രാഷ്ട്രീയത്തിലെ ജയൻ കില്ലർ കെ മുരളീധരനെയും ജനകീയ മുഖത്തിന്റെ പര്യായമായ VS സുനിൽകുമാറിനെയുമാണ്. രാഷ്ട്രീയക്കാരനാകും മുൻപേ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങളെ സഹായിച്ചും ജനമനസ്സുകളിൽ ഇടം നേടിയ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിച്ച അംഗീകാരം തന്നെയാണിത്. കഷ്ടപ്പെടുന്നവനെ അറിഞ്ഞു സഹായിക്കാനും അവന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാനുമുള്ള ആ മനോഭാവമാണ് അദ്ദേഹത്തെ ജനകീയനാക്കിയത്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നു വളർന്നാണ് അദ്ദേഹം ഇന്ന് കാണുന്ന തലത്തിലെത്തിയത്. നായകവേഷത്തിൽ മിന്നുന്ന സുരേഷ് ഗോപിക്കൊപ്പം രാഷ്ട്രീയത്തിലെ സുരേഷ് ഗോപിയും പലർക്കും അത്ഭുതമായി. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിഗതമായ മികവുകളെ പരിഗണിച്ച നേതാവ്, വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് ജയിച്ചു കയറിയ അപൂർവം സ്ഥാനാർത്ഥികളിൽ ഒരാൾ. മലയാള സിനിമയ്ക്കും ഒപ്പം മനുഷ്യനെ സ്നേഹിക്കുന്നവർക്കും ലഭിക്കുന്ന അംഗീകാരമാണ് സുരേഷ് ഗോപിയുടെ ജനപിന്തുണ. ന്യൂസ് ഡെസ്ക്, News 18. ഓക്കെ, ഒരുപാട് പ്രേക്ഷകരും ഇങ്ങനെ ഈ മന്ത്രിസഭ അധികാരത്തിലേറ്റതിനെ പറ്റി പറയുന്നുണ്ട്. ശശിധരൻ നായർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എല്ലാ അഭിവാദ്യങ്ങളൊക്കെ അർപ്പിച്ച് ആശംസകൾ നൽകുന്നു. അതേസമയം വിവിധ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ സൈനുൽ ആബിദ് പറയുന്നു 13 മാസത്തിനുള്ളിൽ ഈ സർക്കാർ താഴെ വീഴും, നമുക്ക് നോക്കാമെന്നൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചിന്തകളും പ്രതീക്ഷകളും വിശ്വാസങ്ങളും ഒക്കെയല്ലേ. അപ്പോൾ അവരവരുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക. അപ്പോൾ ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോർജ് കുര്യനും അങ്ങനെ കേന്ദ്രമന്ത്രിസഭയിലെത്തിയത് അത് കേരളത്തിനൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. BJPയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ജോർജ് കുര്യൻ
കുര്യൻ കേരളത്തിന് സുപരിചിതമായിട്ടുള്ള മുഖമാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷനായിരുന്നു ജോർജ് കുര്യൻ. കോട്ടയം കാണക്കാരി നമ്പ്യാർകുളം സ്വദേശിയാണ് ജോർജ് കുര്യൻ. 4.5 പതിറ്റാണ്ട് കാലമായി BJPയിൽ സജീവം. നിലവിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി. 1977 അടിയന്തരാവസ്ഥ കാലത്ത് വിദ്യാർത്ഥി ജനതയിലൂടെയാണ് ജോർജ് കുര്യൻ പൊതുരംഗത്തെത്തുന്നത്. 1980 മുതൽ BJPക്കൊപ്പമുണ്ട് ജോർജ്. BSc LLB ബിരുദധാരി, ആർട്സിൽ ബിരുദാനന്തര ബിരുദം. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ദേശീയ നിർവാഹക സമിതി അംഗം, സംസ്ഥാന വക്താവ്, യുവമോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, അഖിലേന്ത്യാ സെക്രട്ടറി, ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി, എഡ്യൂക്കേഷൻ സൊസൈറ്റി സെക്രട്ടറി, ഫൈൻ ആർട്സ് സൊസൈറ്റി സെക്രട്ടറി തുടങ്ങിയ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാൻ സ്ഥാനവും ജോർജ് കുര്യനെ തേടിയെത്തി. കോട്ടയം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ നിന്നായി 3 തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടി. 2016 ഉമ്മൻചാണ്ടിക്കെതിരെയാണ് നിയമസഭയിലേക്കുള്ള കന്നി മത്സരം. 15,993 വോട്ടുകളാണ് ജോർജ് കുര്യൻ അന്ന് BJPക്കായി പിടിച്ചത്. BJPയുടെ ന്യൂനപക്ഷ മുഖം എന്ന നിലയിൽ പാർട്ടിക്കിടയിൽ ശക്തമായ സ്ഥാനമുണ്ടാക്കിയെടുത്തയാളാണ് ജോർജ് കുര്യൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷ പ്രതിനിധി എന്ന നിലയിലാണ് മന്ത്രിസഭയിൽ അംഗത്വം ലഭിച്ചത്. BJP കേന്ദ്ര നേതൃത്വവുമായുള്ള ബന്ധം ജോർജിന് തുണയായി. ദേശീയ തലത്തിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തി. റിട്ടയർഡ് മിലിറ്ററി നഴ്സായ അന്നമ്മയാണ് ജോർജിന്റെ ഭാര്യ. ആദർശ്, ആകാശ് എന്നിവരാണ് മക്കൾ. ജോർജ് കുര്യന്റെ കേന്ദ്രമന്ത്രിസ്ഥാനം എന്നത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടാക്കിയെടുക്കാനുള്ള BJP ആഗ്രഹങ്ങൾക്ക് കൂടി കരുത്തേകുന്നതാണ്, ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. ഐഷത്തുൽ ഷോമിനെയാണ് വിശദീകരിച്ചത് ജോർജ് കുര്യൻ്റെ ഒരു കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ പറ്റി. ഇനി ജമ്മു കാശ്മീരിൽ ഇന്നലെ ഒരു വലിയൊരു ഭീകരാക്രമണം ഉണ്ടായിരുന്നു. റീസയിൽ നടത്തിയ ആ ഭീകരാക്രമണത്തിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് സുരക്ഷാ സേന. കൊല്ലപ്പെട്ട 10 പേരും ഉത്തർപ്രദേശ് സ്വദേശികളാണ്. ഭീകരർ ബസ്സിനു നേരെ വെടിവെക്കുകയും തുടർന്ന് ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് മറിയുകയുമായിരുന്നു. രാകേഷ് ആയിരുന്നു. രാകേഷ്, വളരെ നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ള ദിനത്തിൽ ഇത്തരത്തിലുള്ള ഭീകരാക്രമണം അത് വലിയ തോതിൽ അത് കണക്കാക്കപ്പെടുകയും ചെയ്യും. ഈ ബസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ബാക്കിയുള്ളവരുടെ പരിക്കുകൾ, അത് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഇല്ലല്ലോ, അവരൊക്കെ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെ തുടരുകയല്ലേ? ഇനി ഭീകരർക്കായുള്ള തിരച്ചിൽ എത്രത്തോളം ഊർജിതമാക്കിയിട്ടുണ്ട്? എൽദോ, ഇന്നലെ വൈകിട്ട് 6:10 ഭീകരാക്രമണം ഉണ്ടാകുന്നത്. കാരണം റീസിയിലെ ശിവഗോരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഖത്രയിലേക്ക് മടങ്ങി വരികയായിരുന്നു തീർത്ഥാടക സംഘം. ബസ്സിലായിരുന്നു ഇവരുടെ യാത്ര. ഈ സമയമാണ് ഭീകരർ ബസ്സിന് നേരെ ആദ്യം ആക്രമണം നടത്തിയത്. ഇതിനിടയിലാണ് നിയന്ത്രണം വിട്ടുകൊണ്ട് ബസ് കൊക്കയിലേക്ക് മറിഞ്ഞത്. അപ്പോൾ ഈ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞതാണ് ഈ ആളുകളുടെ മരണസംഖ്യ ഉയരാനുള്ള പ്രധാനപ്പെട്ട കാര്യം. കാരണം 10 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, 33 പേർക്ക് പരിക്കുണ്ട്. അപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ പലരെയും ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവരെല്ലാം മറ്റുള്ളവരെയും ഒക്കെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 33 പേർക്കാണ് ഇത്തരത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ വിഷയത്തെ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലഫ്റ്റനന്റ് ഗവർണറുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഒപ്പം ഇതിനോടകം തന്നെ സുരക്ഷാ സേന പ്രദേശത്ത് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് TRF എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങളാണ് ഈ ആക്രമണം നടത്തിയെന്ന ഉത്തരവാദിത്തം അവർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഏതായാലും ജമ്മു കശ്മീർ പോലീസ് ഇപ്പോൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് 70-80 ഭീകരർ ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ജമ്മു കശ്മീർ DGP പ്രതികരിച്ചിരിക്കുന്നത്. അത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയം കൂടിയാണ്. അപ്പോൾ ആളുകൾ ഈ തെരച്ചിലുമായി സഹകരിക്കണം. അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അഭയമൊരുക്കുന്ന നടപടികളിലേക്ക് കടക്കരുതെന്ന പ്രതികരണം കൂടി ഇപ്പോൾ ജമ്മു കശ്മീർ DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ഏതായാലും CRPFൻ്റെയും ജമ്മു കശ്മീർ പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. പക്ഷേ ഭീകരരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ മേഖലയിൽ തന്നെ ഭീകരരുണ്ട് എന്ന നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ ഇപ്പോൾ തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. ഒപ്പം കേന്ദ്രവും സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. ലഫ്റ്റനന്റ് ഗവർണറുമായി ഇതിനോടകം തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. എൽദോ, റൈറ്റ്, തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഭീകരരെ കണ്ടെത്താനായി.
ബാർക്കോഴ ആരോപണത്തിൽ പ്രതിപക്ഷത്തിന്റെ പുതിയ നീക്കം. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി. രാഷ്ട്രീയ ഉദ്യോഗസ്ഥതല ഗൂഢാലോചന എന്ന് വി.ഡി. സതീശൻ കത്തിൽ പറയുന്നു. വി അരുൺ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, പ്രതിപക്ഷം പുതിയ തരത്തിൽ ബാർക്കോഴ ആരോപണത്തെ നിലനിർത്താൻ ശ്രമിക്കുകയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് നൽകിയിരിക്കുന്ന കത്തിലെ കൂടുതൽ വിവരങ്ങൾ? നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് പ്രതിപക്ഷം ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. മദ്യനയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട എക്സൈസ്, ടൂറിസം മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ, ബാർ ഉടമകൾ എന്നിവർക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് വിജിലൻസ് നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥതല വൻ ഗൂഢാലോചന നടന്നു. അതിനു പിന്നാലെയാണ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഉന്നത സ്ഥാനത്തുള്ള പൊതുപ്രവർത്തകർ കൈക്കൂലി നൽകാനുള്ള തയ്യാറെടുപ്പും പ്രേരണയും പ്രചോദനവും നൽകി ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗം ചേർന്നത്. മദ്യനയ ഭേദഗതി അജണ്ടയാക്കി ബാർ ഉടമകളുടെ യോഗം ടൂറിസം വകുപ്പ് ഓൺലൈനായി വിളിച്ചു ചേർത്തത് ഉന്നതതല ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം അവതരിപ്പിക്കുന്നതും ബാർക്കോഴയാണ്. നേരത്തെ കെ എം മാണിക്കെതിരെ ബാർക്കോഴ ആരോപണം ഉയർന്നപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നടത്തിയ നീക്കത്തിന് സമാനമാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ നീക്കം. അന്നും വി എസിന്റെ കത്തിലാണ് പിന്നീട് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് ഉത്തരവിട്ടതും കേരളം കണ്ട ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്നായ രാഷ്ട്രീയവാദങ്ങളൊന്നായ ബാർക്കോഴ ആരോപണവും അതിനകത്തുള്ള രാഷ്ട്രീയ നീക്കങ്ങളും കണ്ടതും. അതേ രീതിയിൽ പ്രതിപക്ഷവും നീങ്ങുകയാണ്. ഏതായാലും ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായ വിഷയം വരുന്നു. അതിനൊപ്പം തന്നെ വിജിലൻസിന് മുന്നിലും പ്രതിപക്ഷ നേതാവിന്റെ പരാതി എത്തുകയാണ്. ഈ പരാതി ഏത് തരത്തിൽ വിജിലൻസ് കൈകാര്യം ചെയ്യുമെന്നാണ് കണ്ടറിയേണ്ടത്. വിജിലൻസ് നേരത്തെ കോടതിയിൽ ഈ കേസുമായി പോയെങ്കിലും അത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും വിജിലൻസ് കോടതിയിൽ പ്രതിപക്ഷ നേതാവിന്റെ പരാതിയിൽ കേസ് എടുക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതീക്ഷ. റൈറ്റ്. എന്നാലും നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്ന ദിനത്തിൽ തന്നെ കൃത്യമായിട്ടുള്ളൊരു നീക്കം അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് കത്ത് നൽകിയാണ് ബാർക്കോഴ പുതിയ ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ്. കൂടുതൽ വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. മോർണിംഗ് ബസ് തിരികെ എത്തും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. BJP പ്രവർത്തകരാണ്. കുടുംബങ്ങൾ ഒന്നായി തന്നെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതാ പൂങ്കുന്നതിൽ നിന്ന് ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. പലയിടങ്ങളിൽ നിന്നായി BJP പ്രവർത്തകർ ഇതിൽ പങ്കുചേരുകയും ചെയ്യുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആധികാരികമായ വലിയ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ അതിനു വേണ്ടി തന്നെ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഏകീകരിച്ച പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ വിജയത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ വലിയ സന്തോഷം എല്ലാവരിലും തന്നെ പ്രകടമാണ്. അത് തന്നെയാണ് എവിടെയും ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നതുകൂടി ഇപ്പോൾ ഇവരുടെ വലിയ ഘോഷയാത്ര കടന്നു പോവുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ എല്ലാവരും തന്നെയും ഈ ആഘോഷങ്ങളിൽ വലിയ ഈ യാത്രകളിലെല്ലാം തന്നെ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. വലിയ ഇന്ന് വൈകുന്നേരം വരെ സത്യപ്രതിജ്ഞ നടക്കുന്നവരെയും ഈ ആഘോഷങ്ങൾ നിലനിന്ന് പോകുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ MP അത് തൃശ്ശൂരിൽ നിന്നാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടി ആവുന്നു എന്നുള്ളതിന്റെ ഇരട്ടി മധുരമാണ്. അതാണ് ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാം ആവേശത്തിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തതിലുള്ള സന്തോഷം, ഒപ്പം തന്നെ തൃശ്ശൂരിന്റെ കേന്ദ്രമന്ത്രി ആയതിനുള്ള സന്തോഷം. കഴിഞ്ഞ കുറെ നാളുകളായി ഇതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അതെ, കഴിഞ്ഞ അദ്ദേഹവും ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ബൂത്തിൽ ഈ കാണുന്ന എല്ലാ പ്രവർത്തകരും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ്. അപ്പൊ അവരുടെ ആ ഒരു അധ്വാനത്തിനുള്ള ഒരു ഫലം കൂടിയാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത്. എന്താണ് പ്രതീക്ഷിക്കുന്നത്? സുരേഷ് ഗോപി ഏത് വകുപ്പിലേക്ക് വരും? അങ്ങനെ വല്ല പ്രതീക്ഷകളൊക്കെ? ഏത് വകുപ്പാണെങ്കിലും അദ്ദേഹം അതിനോട് 100% ആത്മാർത്ഥത കാണിച്ചിട്ടായിരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് ഉറപ്പുണ്ട്. കാരണം MP ആയി കഴിഞ്ഞ തവണ മത്സരിച്ച് തോറ്റിട്ട് പോലും തൃശ്ശൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ ഏത് വകുപ്പ് കിട്ടിക്കഴിഞ്ഞാലും അദ്ദേഹം അതിനോട് 100% ആത്മാർത്ഥത പുലർത്തും. മാത്രമല്ല തൃശ്ശൂരിന്റെ ഒരു പുതിയ മുഖം, വികസന മുഖം നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഇനി തൃശ്ശൂർ എന്നാൽ സുരേഷ് ഗോപി എന്നാണോ? അതെ, തൃശ്ശൂർ എന്നാൽ സുരേഷ് ഗോപി തന്നെയാണ്. അഭിലാഷ, വലിയ ആഘോഷങ്ങളിലും അതോടൊപ്പം തന്നെ വലിയ ആത്മവിശ്വാസത്തിലും തന്നെ
മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. ഇന്ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. വൻ വിജയം നൽകിയ ആത്മവിശ്വാസവുമായിട്ടായിരിക്കും പ്രതിപക്ഷം സഭയിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പിലെ ആ വലിയ തോൽവി സഭയിൽ ഭരണപക്ഷത്തിന് ക്ഷീണമാകാനാണ് സാധ്യതയെന്നത് മറുവശം. സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ ബാർക്കോഴ വിവാദം പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാനും സാഹചര്യമുണ്ട്. ഇന്ന് ചോദ്യോത്തരവേളയ്ക്ക് ശേഷം നിയമസഭയിലെ അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. MG മിഥുൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മിഥുൻ, ഗുഡ് മോർണിംഗ്. ആദ്യം മിഥുനിനി കുറച്ച് ദിവസം ബ്യൂറോയിലെ പണിയൊക്കെ ആയിട്ട് ബെയില് കൊള്ളാൻ ഇറങ്ങിയിരിക്കുകയാണ്. മിഥുൻ, അപ്പോൾ നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിനത്തിൽ എന്താണ് ഈ സമ്മേളന കാലഘട്ടത്തിലെ ആദ്യ അജണ്ട എന്താണ്? പ്രധാനപ്പെട്ട അജണ്ടകൾ എന്തൊക്കെയാണ്? എൽദോ, ഗുഡ് മോർണിംഗ്. എന്തായാലും ആദ്യ ദിവസം തന്നെ നിയമസഭാ റിപ്പോർട്ടിംഗ് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രാവിലെ മുതൽ തന്നെ എല്ലാ മാധ്യമപ്രവർത്തകരും ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഏറ്റവും വലിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഇന്ന് സഭയിലേക്ക് വരുന്നത്. പക്ഷേ തുടർച്ചയായിട്ടുള്ള രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഇടപക്ഷത്തിന് ഇന്ന് സഭയിൽ ഇക്കാര്യത്തിൽ വലിയ ക്ഷീണമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ബാർക്കോഴ ആരോപണം, രണ്ടാമതായിട്ടുള്ള 2.0 ബാർക്കോഴ ആരോപണം തന്നെയായിരിക്കും പ്രധാനമായും പ്രതിപക്ഷം ഇന്ന് അടിയന്തര പ്രമേയമായി ഉന്നയിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ടൂറിസം, എക്സൈസ് വകുപ്പ് മന്ത്രിമാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അറിയിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം നേരത്തെ എക്സൈസ് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ ടൂറിസം മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഒക്കെ വന്നതാണ് എങ്കിൽ പോലും തന്നെ സഭയുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് മറുപടിയാണ് ഭരണപക്ഷം നൽകുന്നതെന്നുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് എന്തായാലും ഉള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ചോദ്യോത്തര വേളയ്ക്ക് ശേഷം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിൽ നിന്ന് ആരാണ് അടിയന്തര പ്രമേയം നോട്ടീസ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ വലിയ വിജയം നേടിയതിന്റെ ആത്മവിശ്വാസം അടക്കം മുന്നോട്ട് വരുന്ന പ്രതിപക്ഷത്തിന് ഇത് കൂടുതൽ കരുത്തു പകരുകയും ചെയ്യും. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ നിരവധി ആരോപണങ്ങൾ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അങ്ങനെ ആദ്യ ദിവസം തന്നെ ബാർക്കോഴ ആരോപണം ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഇന്ന് മുതൽ 25 വരെയാണ് സഭാ സമ്മേളനം നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 13 മുതൽ 15 വരെ ലോക കേരള സഭയുടെ 4ാമത് സമ്മേളനം ഇവിടെ അരങ്ങേറുകയും ചെയ്യും. ഈ 3 ദിവസങ്ങളിൽ സഭാ സമ്മേളനം സമ്മേളിക്കുന്നതായിരിക്കില്ല. മറ്റു ദിവസങ്ങളിലൊക്കെ തന്നെ അജണ്ട പ്രകാരം നിശ്ചയിച്ച പ്രകാരമുള്ള കാര്യപരിപാടികൾ പട്ടികകൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ധനാഭ്യർത്ഥനകളും ഒപ്പം തന്നെ ധനകാര്യ ബില്ലുകളും ഒക്കെ തന്നെ ഈ ഒരു സഭാ സമ്മേളനത്തിൽ പാസാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഭരണമുന്നണിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം പഞ്ചായത്ത് രാജ് ഭേദഗതി 2ാം ബില്ലാണ് ഇന്ന് പ്രധാനമായിട്ടുമുള്ളത്. കൂടാതെ തന്നെ മുനിസിപ്പാലിറ്റി ബില്ലും അതിന്റെ 2ാം ഭേദഗതി ബില്ല് കൂടി സഭയുടെ പരിഗണനയിലേക്ക് വരും. ഇതൊക്കെ തന്നെ പാസ്സാക്കിയെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും സഭാ സമ്മേളനം ഇന്ന് പ്രക്ഷുബ്ധമാകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും രാവിലെ 9 മണിയോടുകൂടി സഭാ സമ്മേളനമായിരിക്കും. ചോദ്യോത്തര വേളയിൽ എന്തായാലും വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 10 മണിയോടുകൂടി അടിയന്തര പ്രമേയം ആരംഭിക്കുമ്പോൾ മുതൽ തന്നെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് കരുതുന്നത്. ഓക്കെ, എന്നാലും സഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സഭാ സമ്മേളനത്തിൽ അത്ര എളുപ്പമായിരിക്കില്ല പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പ്രതിരോധം തീർക്കുക എന്നുള്ളതായിരിക്കും ഭരണപക്ഷത്തിന്റെ ആലോചന. തൊട്ടു മുമ്പാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വിജിലൻസിന് കത്ത് നൽകിയത് ബാർക്കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ വലിയൊരു ചർച്ചയാക്കാനുള്ള സാധ്യത ഈ സമ്മേളന കാലഘട്ടത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മിഥുൻ, ഈ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് LDF ഈ കാലഘട്ടത്തിൽ ഉടനീളം. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി, മുന്നണിയിലെ പ്രശ്നങ്ങൾ, ഒപ്പം മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഘടകകക്ഷിയിൽ ഉൾപ്പെടെ ഉയരുന്ന സാഹചര്യം, ഇതൊക്കെ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഈ വലിയൊരു കരുത്തുണ്ടാകും ഈ ജയത്തിന്റെ ഒരു ആത്മവിശ്വാസം നൽകുന്ന ആ ഫാക്ടറിൽ. അപ്പോൾ എങ്ങനെ പ്രതിരോധം തീർക്കുക എന്നുള്ളതായിരിക്കും ഈ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് സഭാ സമ്മേളനം നീങ്ങിയാൽ, പ്രക്ഷുബ്ധമായാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരിക്കും സർക്കാരിന്റെ ആലോചന.
എൽദോ, എന്തായാലും നമുക്കറിയാം സമീപകാലത്ത് തന്നെ ഭരണപക്ഷം നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ നിറയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ബാർക്കോഴ ആരോപണത്തിന് പുറമെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായിട്ടുള്ള കേസുകൾ, അതുമായി ബന്ധപ്പെട്ട് സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. കൂടാതെ തന്നെ പല പ്രശ്നങ്ങൾ, അതായത് ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉയരുന്ന സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കൂടാതെ ക്ഷേമ പെൻഷനുകൾ അടക്കം വിതരണം ചെയ്യാൻ ഇതുവരെയും പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെ നാനാ കോണുകളിൽ നിന്ന് നോക്കുമ്പോഴും സർക്കാരിന് വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷത്തിന് സാധിക്കുകയും ചെയ്യും. നിയമസഭയിലേക്ക് വരുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷത്തിനാകുകയും ചെയ്യും. വരും ദിവസങ്ങളിൽ ഓരോ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇത് എങ്ങനെ പ്രതിരോധിക്കാനാകും LDFന്റെയോ അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ തീരുമാനമെന്നാണ് നമുക്കിനി കണ്ടറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, മുൻകാലങ്ങളിലൊക്കെ തന്നെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കവചമൊരുക്കുന്നതിന് വേണ്ടി നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ തരത്തിൽ പ്രതിരോധിക്കാൻ പറ്റിയ ഒരു വിഷയം പോലും LDFന്റെ ഭാഗത്തുനിന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ തന്നെ ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിന് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ബാർക്കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന്റെ ശുപാർശ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിഷയം കൂടി ഇന്ന് പരിഗണനയ്ക്ക് വരികയും ചെയ്യുന്നു. കൂടാതെ പ്രധാനമായും സർക്കാർ ഇതിനെ ഖണ്ഡിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ബാർക്കോഴ ആരോപണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു കാര്യത്തിൽ വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ആരോപണ വിധേയനാണ് എന്ന് പറയുന്ന വ്യക്തി പിന്നീട് മൊഴി മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ താൻ തെറ്റിദ്ധരിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അതിൽ ഇട്ടതെന്നുള്ള അടക്കമുള്ള വിശദീകരണമായി രംഗത്ത് വരികയും ചെയ്തൊരു പശ്ചാത്തലമാണ്. പക്ഷേ അത് രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഭരണപക്ഷത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ തലത്തിൽ നിന്ന് വലിയ രീതിയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. എന്തായാലും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഭരണപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ന് ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ സഭ പ്രക്ഷുബ്ധമാകുന്ന ഒരു സാഹചര്യമാണ്. മുൻകാലങ്ങളിലെ പോലെ തന്നെ സ്പീക്കർ പ്രധാനമായും ഉന്നയിക്കാൻ പോകുന്ന കാര്യം, ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന പല വിഷയങ്ങൾ സഭയുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് സ്പീക്കർ എടുക്കാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് ഈ ഒരു മുന്നിൽ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഭരണ പ്രതിപക്ഷ വാക്പോരുകൾക്ക് ഇന്ന് സഭാ സമ്മേളനം സാക്ഷ്യം വഹിക്കും. തുടക്കത്തിലെ തന്നെ വലിയൊരു പ്രക്ഷുബ്ധമായി തന്നെ സഭാ സമ്മേളനം ആരംഭിക്കാൻ തന്നെയാണ് സാധ്യത. മിഥുൻ തുടരുക. മറ്റൊരു വാർത്ത കൂടി മിഥുനിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടത് മറ്റൊന്നുമല്ല. രാജ്യസഭാ സീറ്റ് വിഭജനത്തിന് ഇടതുമുന്നണി യോഗം ഇന്ന് ചേരുന്നുണ്ട്. വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് CPIയും കേരള കോൺഗ്രസും വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ മിഥുൻ, ഈ മുന്നണിയിലെ പ്രതിസന്ധി ഒഴിവാക്കാൻ എന്ത് വിട്ടുവീഴ്ച അത് CPM തയ്യാറാകുമോ എന്നുള്ളൊരു ചോദ്യമില്ലേ? എങ്ങനെയായിരിക്കും ഇത് പരിഹരിക്കുക? എൽദോ, രാജ്യസഭയിലേക്ക് ഒഴിവുവരുന്ന 3 സീറ്റുകളാണ്. അതിലൊന്ന് UDFനുള്ളതും 2 ഇടതുമുന്നണിക്കുള്ളതുമാണ്. അതിൽ ഒരു സീറ്റ് നമുക്കറിയാം CPIക്ക് നേരത്തെ തന്നെ ലഭ്യമായിട്ടുള്ളത് തന്നെയാണ്. കൂടാതെ തന്നെ ഈ ഇടതുമുന്നണിയിലേക്ക് ജോസ് കെ മാണിയുടെ പക്ഷം കടന്നു വരുന്ന സമയത്ത് തന്നെ രാജ്യസഭാ സീറ്റുമായി കടന്നു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മറ്റൊരു ബാക്കി വരുന്ന ഒരു സീറ്റ് തങ്ങൾക്ക് തന്നെ വേണമെന്നുള്ള ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയെങ്കിൽ CPMന് ഈ ഒരു സീറ്റ് നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു വിട്ടുവീഴ്ച CPM തയ്യാറായാൽ മാത്രമേ ഘടകകക്ഷികളെ ഉൾപ്പെടെയുള്ളവരെ അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ള കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഉഭയകക്ഷി ചർച്ചകളൊക്കെ തന്നെ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇരു നേതാക്കളും വിനയ് വിശ്വവും ഒപ്പം തന്നെ ജോസ് കെ മാണിയും രണ്ടുപേരും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള നിലപാട് എടുത്തിരിക്കുന്നു. തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ് ലഭിക്കണമെന്നുള്ള നിലപാടിലേക്ക് അവരെത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് ഘടകകക്ഷികൾ, ഇടതുമുന്നണിയിലുള്ള മറ്റ് ഘടകകക്ഷികളും സമാനം ആവശ്യമായി ഉയർന്നു വന്നുവെങ്കിൽ പോലും തന്നെ അത് പരിഗണിക്കാനുള്ള ഒരു സാധ്യത എന്തായാലും ഇല്ല. പക്ഷേ CPM ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി എങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകിട്ട് 4 മണിക്കാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഒരു കൃത്യമായ രീതിയിൽ രാജ്യസഭാ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് അടക്കമുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെയോടുകൂടി ഈ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്യും. ഒരുപക്ഷേ CPM തന്നെ തങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ആ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് അത് കേരള കോൺഗ്രസ് എമ്മിന് നൽകാനുള്ള ഒരു ധാരണയിലേക്ക് എത്താനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIക്ക് അവർക്ക് ലഭിച്ചിരുന്ന സീറ്റ് ആ സീറ്റ് തന്നെ CPIക്ക് നൽകിക്കൊണ്ട് ഈ പ്രശ്നം ഒരു രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ഇടതുമുന്നണിയിൽ ഇന്ന് തീരുമാനം കൈക്കൊള്ളുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MGB-ലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്നാലും രാജ്യസഭാ സീറ്റിൽ LDF ഒരു സമവായത്തിലേക്ക് എത്തേണ്ട സമയം ആയിരിക്കുന്നു. ക്ഷമിക്കണം. മുസ്ലിം ലീഗ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ
അതേസമയം ഇന്ന് പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും പ്രഖ്യാപനം. സുപ്രീം കോടതി അഭിഭാഷകനായ ഹാരിസ് ബിരാനെയാണ് ലീഗ് പരിഗണിക്കുന്നത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, അത് പൂർണ്ണമായും ഹാരിസ് ബിരാൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തിയിട്ടുണ്ടോ? പ്രത്യേകിച്ചും യൂത്ത് ലീഗ് ഉൾപ്പെടെ അവകാശവാദവുമായി രംഗത്തെത്തിയിരുന്നല്ലോ. എൽദോ, ഗുഡ് മോർണിംഗ്. യൂത്ത് ലീഗിന്റെ ഈ ഒരു ആവശ്യം ഇത്തവണയും നേതൃത്വം കാര്യമായി പരിഗണനയ്ക്കെടുക്കുന്നില്ല, അല്ലെങ്കിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. യൂത്ത് ലീഗിന്റെ ആവശ്യം ന്യായമാണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഹാരിസ് ബിരാന് ആ സീറ്റ് നൽകേണ്ടി വരുന്നു എന്ന തരത്തിലാണ് ലീഗ് നേതൃത്വത്തിന്റെ ഒരു മറുപടി അവർക്ക് ലഭിച്ചിട്ടുള്ളത്. യൂത്ത് ലീഗിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടുതൽ പരിഗണന നൽകാവുന്നൊരു ഉറപ്പും നൽകുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം യൂത്ത് ലീഗിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ മറ്റ് പാർട്ടികളെ പോലെ പരസ്യമായൊരു പ്രതികരണത്തിനോ പ്രതിഷേധത്തിനോ യൂത്ത് ലീഗ് മുതിരില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ഇന്ന് ആദ്യമായിട്ടാണ് പാണക്കാടിന് പുറത്ത്, അതായത് മലപ്പുറത്തിന് പുറമെ നിന്ന് ഒരു പ്രഖ്യാപനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ലീഗ് നടത്തുന്നത്. തിരുവനന്തപുരം പാണക്കാട് ഹാളിൽ വെച്ചാണ്. സാധുക്കളി ക്ഷേത്രങ്ങളടക്കമുള്ളവ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. നിയമസഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം ഇന്ന് തിരുവനന്തപുരത്താണുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള യോഗങ്ങളുണ്ട്, തീരുമാനം എടുക്കുന്നതിന് മുൻപുള്ള ആലോചന യോഗങ്ങളുണ്ട്. അതെല്ലാം തിരുവനന്തപുരത്താണ് ചേരുന്നത്. ആ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്ത് വെച്ച് ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. ഹാരിസ് ബിരാൻ്റെ പേര് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്നൊക്കെ ഈ ഒരു സീറ്റിന് വേണ്ടി വലിയ ആവശ്യം, സമ്മർദ്ദം ഉയർന്നിരുന്നു. പക്ഷേ ലീഗ് നേതൃത്വം ഹാരിസ് ബിരാനൊപ്പമാണ് ഈ ഒരു കാര്യത്തിലെന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഉച്ചയോടെ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകും. വലിയ പ്രതിഷേധങ്ങൾ, പരസ്യമായുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ യൂത്ത് ലീഗിൻ്റെ ഭാഗത്തുനിന്നും ഈ തുടർച്ചയായി അവർക്ക് നിരാകരണം മാത്രമാണ് ലഭിക്കുന്നത് എന്നൊരാക്ഷേപം അതൊരു വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. എന്ത് മറുപടി ആയിരിക്കും നേതൃത്വം അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പരിഗണന നൽകാമെന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഉറപ്പുകൾ നൽകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്താണെങ്കിലും ഉച്ചയോടെ ആയിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. എഴുതും. ശരി, എന്താണ് ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിനുണ്ടാവും. തിരുവനന്തപുരത്തായിരിക്കും പ്രഖ്യാപനം. യൂത്ത് ലീഗിന്റെ ആവശ്യം കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹാരിസ് ബിരാൻ തന്നെ രാജ്യസഭയിലേക്ക് പോകും ലീഗിന് വേണ്ടി എന്നാണ് CV അനുമോദ് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയുടെ പ്രാഥമിക വിലയിരുത്തലിന് CPI സംസ്ഥാന നിർവാഹക സമിതി ഇന്ന് ചേരുന്നുണ്ട്. ഇന്നലെ ചേർന്ന തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി മാറണമെന്നുവരെ തിരുവനന്തപുരം ജില്ലാ നിർവാഹക സമിതിയിൽ ആവശ്യമുണ്ടായി. CPI മത്സരിച്ച 4 സീറ്റുകളും തോറ്റതിൽ നേതാക്കളിലും അണികളിലും കടുത്ത അതൃപ്തിയുണ്ട്. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിർവാഹക സമിതി തീരുമാനിക്കും. K. പ്രകാശ് ബാബു, ആനി രാജ, PP സുനീർ എന്നിവരാണ് പരിഗണനയിൽ. രാവിലെ 10 മണിക്ക് പട്ടം PS സ്മാരകത്തിലാണ് യോഗം. കേരള ആരോഗ്യ സർവകലാശാലയുടെ രജിസ്ട്രാറായി കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ S. ഗോപകുമാറിനെ നിയമിച്ചു. ആരോഗ്യ സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിൽ, ഗവേണിംഗ് കൗൺസിൽ എന്നിവയിൽ അംഗം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രി RMO എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഗോപകുമാറിന് 2 MDയും ഡോക്ടറേറ്റുമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര ആയുഷ് വകുപ്പിന്റെയും കേന്ദ്ര ആയുർവേദ കൗൺസിലിന്റെയും ആരോഗ്യ സർവകലാശാലയുടെയും മികച്ച ആയുർവേദ അധ്യാപകനുള്ള അവാർഡ്, നാഷണൽ സർവീസ് സ്കീമിന്റെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള കണ്ണൂർ സർവകലാശാലയുടെ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടമായിരുന്നു. 2020 ലോകകപ്പിൽ മഴ ആദ്യം ഒന്ന് തടസ്സപ്പെടുത്തിയെങ്കിൽ പോലും പിന്നീട് ആ മത്സരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 20 ഓവർ മത്സരമായി തന്നെ നടക്കുകയും ചെയ്തു. ടോസ് നേടി പാകിസ്ഥാനാണ് ആദ്യം ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. ആവേശകരമായ മത്സരത്തിൽ പാകിസ്ഥാനെ 6 റൺസിന് ഇന്ത്യ മറികടന്നു. 19 ഓവറിൽ 119 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി എങ്കിൽ പോലും ബോളർമാർ പാകിസ്ഥാനെ വരിഞ്ഞുകെട്ടി. 20 ഓവറിൽ 7 വിക്കറ്റിന് 113 റൺസ് എന്ന നിലയിൽ അവസാനിച്ചു പാകിസ്ഥാന്റെ ഇന്നിംഗ്സ്. ജസ്പ്രീത് ബുംറ 3 വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ 2 വിക്കറ്റും വീഴ്ത്തി 15 റൺസിലെടുത്ത ഇമാദ് വസീമാണ് പാകിസ്ഥാൻ നിരയിലെ ടോപ്പ് സ്കോറർ. ഇനി ലക്ഷങ്ങൾ ചെലവ് വരുന്ന എൻട്രൻസ് പരിശീലനങ്ങൾക്ക് പോകാതെ വണ്ടൂർ സ്വദേശിനി ഹന്ന പർവീൻ ഗൂഗിളും യൂട്യൂബും ഒരേ ഒരു പുസ്തകം കൊണ്ട് നേടിയത് JEE എൻട്രൻസിൽ 99.31% മാർക്കാണ്. ഇനി NITയിൽ നിന്നും ആർക്കിടെക്ചറിൽ ബിരുദം സ്വന്തമാക്കി സ്വപ്നങ്ങൾക്ക് പിന്നാലെ പറന്നുയരാൻ ഒരുങ്ങുകയാണ് ചിത്രകാരി കൂടിയായിട്ടുള്ള ഈ മിടുക്കി. ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ച് കഠിനാധ്വാനത്തിലൂടെ ഹന്ന സ്വന്തമാക്കിയ നേട്ടം അത് നൽകുന്ന സന്ദേശം വലുതാണ്.
ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് പോകാതെ ഗൂഗിളും യൂട്യൂബും നോക്കി ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഒരു പുസ്തകം നോക്കി പഠിച്ച് ബി ആർക്കിൽ 99.31% മാർക്ക് വാങ്ങിച്ച ഒരു മിടുക്കിയുണ്ട്. മലപ്പുറം വണ്ടൂരിൽ ഹന്ന പർവീൻ. ഹന്ന പർവീൻ്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളുള്ളത്. സുധീർ ബാബു, ഉമ്മ സർഫിനീസ. അപ്പോൾ ഈ ഒരു പഠന രീതി തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എല്ലാവർക്കും തോന്നുന്നത്. സാധാരണ ലക്ഷങ്ങളാണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വേണ്ടി പലയിടത്തും വേണ്ടി വരിക. അതൊന്നുമില്ലാതെ സ്വന്തം വീട്ടിൽ ഒരു മൊബൈൽ ഉപയോഗിച്ച് മാത്രം ഈ പഠനം നടത്തിയത് എങ്ങനെയെന്നുള്ള ചോദ്യമാണ് ആദ്യം വരുന്നത്. എന്താണ് ഹന്നയുടെ മറുപടി? എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് പഠിച്ചാൽ തന്നെ നേടിയെടുക്കാം. എന്തായാലും റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ അറിയുന്ന കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കാൻ തീരുമാനിച്ചു. പിന്നെ ഉപ്പാനെ ബുദ്ധിമുട്ടിക്കണ്ടെന്നും വിചാരിച്ചു. ഇത് ഇവിടെ നല്ല കോച്ചിങ് സെന്റേഴ്സ് ഉണ്ടായിരുന്നു, അന്വേഷിച്ചിരുന്നു അതിനെക്കുറിച്ച്? അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവിടെയൊക്കെ തന്നെ പറഞ്ഞു ട്യൂഷൻ ഫീ 80,000 വരും, പിന്നെ ഹോസ്റ്റലും കൂടെ ആകുമ്പോഴത്തിന് 1.5 lakh വരും. 2 ലക്ഷം. എങ്ങനെയായിരുന്നു ഈ സ്വയം പഠിക്കാനുള്ള ഒരു തീരുമാനം എടുത്തത്? അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്ലസ് ടുവിന്റെ കൂടെ എഴുതിയ സമയത്ത് തന്നെ 92% സ്കോർ ചെയ്തിരുന്നു. അപ്പോ കുറച്ചുകൂടെ മതിയല്ലോ. അതിപ്പോ എനിക്ക് ഒറ്റയ്ക്ക് അന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല അധികം. എന്നിട്ട് തന്നെ അത്ര കിട്ടിയെങ്കിൽ ഒന്ന് നന്നായി പ്രിപ്പയർ ചെയ്താല് എന്തായാലും എത്താൻ പറ്റുമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഈ വഴി മനസ്സിലാക്കിയത്? ഏത് ഈ ബുക്കാണ് ഇതിന്റെ റെഫറൻസ്, അല്ലെങ്കിൽ ഗൂഗിൾ, യൂട്യൂബ് ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? സീനിയർ ആർക്കിടെക്ട് എടുത്ത ആളുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇത് നോക്കി ചെയ്താൽ മതി. അത് വെച്ച് പഠിച്ചു. ഉപ്പ പറഞ്ഞ നേരത്തെ ഒരു മൊബൈൽ ഫോൺ, 3 പേരും കൂടി ഒരു മൊബൈൽ ഫോൺ വെച്ചാണ് പഠിച്ചിരുന്നതാണ് അല്ലേ? എങ്ങനെയായിരുന്നു ആ സമയത്ത്? അത് ഞാനാണല്ലോ മെയിൻ ആയിട്ട് എൻട്രൻസ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് തരും. ഞാൻ ചോദിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഒരു തരും. ഉമ്മ ഇപ്പൊക്കെ ഭയങ്കര സപ്പോർട്ട് ആയതുകൊണ്ട് അതിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര സമയമൊക്കെ പഠിക്കുമായിരുന്നു? 5 to 6 hours ഒക്കെ എക്സാം അടുപ്പിച്ച് നന്നായി പഠിക്കും. ശരിക്കും സംശയം വരുമ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കും. ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ ഇതിൽ ഈ പറയുന്ന ഗൂഗിളിലും യൂട്യൂബിലൊക്കെ പറയുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ്? അതിലെന്തെങ്കിലും സംശയം വന്നാൽ എങ്ങനെയാണ് റെഫർ ചെയ്തിരുന്നത്? ചാറ്റ് GPT നോക്കാറുണ്ട് മെയിനായിട്ട്. പിന്നെ കുറെ നോക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലും കൂടെ വെച്ചിട്ട് ഒരു സിമിലാരിറ്റി തോന്നുമല്ലോ, അത് വെച്ച് അങ്ങനെ പഠിക്കും. എന്താണ് സുധീർക്ക, വലിയൊരു നേട്ടമാണ് മോള് നേടിയത്? വളരെയധികം സന്തോഷമാണ്. പിന്നെ നമുക്ക് ഇതുപോലെ പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ എക്സാം ചെയ്തപ്പോൾ തന്നെ അവളെ പിന്നെ മാർക്ക് കണ്ടപ്പോൾ തന്നെ നമുക്ക് വലിയ വിശ്വാസം തോന്നി. പിന്നെ ഓൾ എന്നെ നല്ലൊരു സപ്പോർട്ട് ചെയ്തതാണ്. ഈ 1.5-2 ലക്ഷം ചെലവാക്കണ്ട, ഞങ്ങൾ അല്ലാതെ തന്നെ പിന്നെ ഞാൻ പഠിക്കാന്നുള്ളൊരു ധൈര്യമൊക്കെ ഉണ്ടായി. പിന്നെ ആ ധൈര്യം തന്നെയാണ് ഓളെ ഈ വിജയത്തിന്റെ വലിയൊരു കാരണം. ഇതുപോലെ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഇല്ലാതെയും ഒരു പിന്നെ താന്ന കുടുംബങ്ങളിൽ പഠിക്കാൻ താല്പര്യം ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ ഈ രംഗത്തേക്ക് ഇതുപോലെ വരണമെങ്കിൽ പിന്നെ ഇതൊരു മോട്ടിവേഷനാണ് ഓള് വലിയൊരു ഓളെ ഈ വിജയം ഒരു വലിയൊരു എല്ലാവർക്കും ഒരു പിന്നെ സാഹചര്യം. ഒരു മൊബൈൽ ഫോൺ പോലും 3 ആളെ ഉപയോഗിക്കല്, ഒരു 2 ആൾ പിന്നെ ഞാൻ വിളിക്കും. എല്ലാവരും അങ്ങനെ ഒരു മൊബൈൽ ഫോണാണ് എല്ലാവരും പിന്നെ ഉപയോഗിച്ച് പോകല്. അപ്പോൾ അത് പിന്നെ എല്ലാവർക്കും, നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം പറഞ്ഞൊരു വിജയമാണ്. സാധാരണ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി അല്ലെങ്കിൽ എൻഎൽസ്, ഈ BA ആർക്കിടെക്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് സാധാരണക്കാരായ ആളുകൾക്കൊന്നും അറിയില്ല. അവൾ പറഞ്ഞപ്പോൾ എങ്ങനെയാ അത് കൺവിൻസ്ഡ് ആയിരുന്നു? എനിക്കറിയില്ല ആർക്കിടെക്ട് പിന്നെ BArch എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്താണ് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞൊരു ഡോക്ടർ വിഭാഗം ഫുൾ സയൻസ് ഫുൾ പിന്നെ പ്ലസ് കിട്ടിയല്ലേ. ഇപ്പോൾ ഡോക്ടർ വിഭാഗം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വിഭാഗത്തിന് നമുക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ വരക്കുന്നത് കൊണ്ട് ഓള് പറഞ്ഞു എനിക്ക് പിന്നെ ഏറ്റവും താല്പര്യം പിന്നെ ഈ BArch ആണ്. ഞാൻ പറഞ്ഞു BArch എന്താന്ന് ചോദിച്ചാൽ നമ്മൾ 10ാം ക്ലാസ്സാണ്, നമുക്ക് ഇതിനെ പറ്റി കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ ഓള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നെ നല്ല ഇതാണ്, പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് താല്പര്യം എന്നുണ്ടെങ്കിൽ പിന്നെ അതായിട്ട് മുന്നോട്ട് പോയിക്കോന്നല്ല പറഞ്ഞു. നോമ്പ് കാലത്ത് ആണ് പിന്നെ എക്സാം നടന്നത്. അതായത് പിന്നെ പെരുന്നാളില് 2 ദിവസം കഴിഞ്ഞ എക്സാം. അപ്പോൾ ആ സമയത്തോള് ഞങ്ങള് പിന്നെ അത്താഴം കഴിച്ച് കറക്കും. ഓള് പെലച്ച വരെ ഓള് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. ആ പഠിത്തം നോക്കിയാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് കുറെ അധ്വാനിച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കും. ഞങ്ങള് പിന്നെ പെലച്ച് കഴിഞ്ഞ് ചോറ് കഴിഞ്ഞാൽ പിന്നെ ഓളൊരു 11 മണി വരെ കിടക്കും പകല്. പിന്നെ ബാക്കിയുള്ള ടൈം പിന്നെ ഇതുപോലെ നോക്കിയിട്ട് 99.31 എന്നുള്ള വലിയൊരു സ്കോറാണ്. അത് കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഈ മാർക്ക് അറിഞ്ഞത് പിന്നെ മാർച്ച് പകുതിയിൽ അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്.
പക്ഷെ എന്താ വെച്ചാൽ ഇത് ഇത്ര ഒരു മാർക്കിന്റെ ഒരു ഇതുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അതിനെ പറ്റി അറിയില്ല, ആർക്കും അറിയില്ല, മൂല്യം മനസ്സിലാക്കിയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് അറിഞ്ഞിട്ടും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ 2 ആഴ്ചയായിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ എല്ലാവരും അറിഞ്ഞത്. അത് നമ്മളെ ഞാൻ ലോഡിങ്ങാരനല്ലോ, നമ്മളെ ബോർഡിന്റെ കീഴിൽ കുട്ടികൾക്ക് ഇങ്ങനെ ലാപ്ടോപ്പ് ഉണ്ടെന്നുള്ളൊരു ഇത് കേട്ടു, അന്വേഷിക്കാൻ വേണ്ടി പോയി. അപ്പൊ നമ്മളവിടെ ഉദ്യോഗസ്ഥയുണ്ട്, നമ്മളെ മോസിൻ എന്ന് പറയുന്ന ആള് അവിടെ ജോലി ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ പോയി അന്വേഷിച്ച പറഞ്ഞു ബിടെക്കിനും MBBS-നാണ് ഈ ലാപ്ടോപ്പ് ഉള്ളത് കാരണം. അപ്പൊ അവർക്കും ഇതന്നെ മെയിനായിട്ട് ഈ ആർക്കിടെക്ട് ആർക്കിടെക്ട് അല്ലാതെ ആരും ഈ കോഴ്സ് കാലം എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് അത് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഏതായാലും ഇപ്പോൾ ഉൾപ്പെടുത്തുന്നതിൽ പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് അവിടെ പോയപ്പോഴാണ് നമ്മളെ സുഹൃത്തും കൂടി അവിടുത്തെ നമ്മളെ ഓഫീസർ കൂടി ആയ മോസിന് നമ്മളെ വണ്ടൂർ വിഷൻ ചാനലിലെ രാജേഷനുമായിട്ട് വന്ന് ഓളെ ഒന്ന് വീഡിയോ എടുക്കാം, ഓളെ ഒരു പുറത്തറിയുന്നത്. അപ്പോഴാണ് ഈ ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞത്. എന്താണ് ഉമ്മയ്ക്ക് തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട് മോളിങ്ങനെ ഒരു വിജയം നേടിയതിന്. ഈ സാധാരണ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അമ്മമാരൊക്കെ ഈ അത് പഠിക്കുക ഇത് പഠിക്കുക എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ തള്ളിവിടുകയാണല്ലോ, ഡിഗ്രിക്ക് പോയിക്കോ. പക്ഷെ മോള് നന്നായിട്ട് ചിത്രം വരയ്ക്കും. മോളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അത് എങ്ങനെ ആദ്യം നിങ്ങൾ അതിനോട് പ്രതികരിച്ച് എങ്ങനെയായിരുന്നു അവരുടെ? നമുക്ക് ചെറുപ്പം മുതലേ താല്പര്യമായിരുന്നു വരനോട്. അപ്പോൾ ഓള് മനസ്സിൽ വിചാരിച്ചത് ഇതല്ല കോഴ്സല്ല, അപ്പൊ അതിൽ തന്നെ പോട്ടെ എഴുതി മോളെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ അതൊരു താല്പര്യമായപ്പോൾ പറഞ്ഞു ഞാൻ അതെടുക്കാം. ഫസ്റ്റ് സയൻസിന് ചേർന്നപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ മെഡിക്കൽ ഫീൽഡ് എടുക്കൂല, അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഇതാണ് പറഞ്ഞു. പിന്നെ ഓളെ ഇഷ്ടം തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. ഈ ഓൺലൈനിലെ ബുക്ക് വരുത്തിച്ച് യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കി പഠിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചിരുന്നു എന്താ ചെയ്യണേ, ഈ എങ്ങനെ പഠിക്കണമെന്നൊക്കെ അന്വേഷിച്ചിരുന്നു? ഒക്കെ മനസ്സിനൊരു ധൈര്യമാണ്, ഞങ്ങൾക്ക് പഠിച്ചാലും എടുക്കുന്നില്ലൊരു ഇത് ഒക്കെ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് +2 എന്നൊക്കെ ഓള് പറയും എനിക്ക് വാങ്ങാൻ കഴിയുമെന്ന് ഓള് വാങ്ങും. അതേപോലെ ഓള് ആദ്യമേ പറഞ്ഞിരുന്നു എനിക്ക് NET പഠിക്കണം, പഠിക്കുമ്പോൾ NET പഠിക്കണം. അതിനോള് പഠിക്കണം എന്നുള്ള വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു മനസ്സിനൊരു ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പ്രതീക്ഷ വിട്ടു വെക്കാറുണ്ട്. പിന്നെ ഒരു മനസ്സിന് ടെൻഷനും ഉണ്ടായിരുന്നു, കിട്ടുമോ എന്താന്നൊരു. ഏതായാലും ഓള് വിചാരിച്ച പോലെ തന്നെ മൊബൈലൊക്കെ അടികൂടിയപ്പോ ഇപ്പൊ ചേച്ചി തോന്നുന്നു സന്തോഷം. പിന്നെ മൊബൈല് പറഞ്ഞാ എപ്പോഴും ചോദിച്ചു വരും, അപ്പൊ കൊടുക്കും. എപ്പോ എടുക്കുമ്പോത്തിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും, അപ്പൊ കൊടുക്കും. പിന്നെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേച്ചി എന്തിനാ ചെയ്തിരുന്നത് ഇപ്പൊ റിസൾട്ട് വന്നപ്പോഴാണോ മനസ്സിലായത്? അതൊന്ന് പഠിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇങ്ങനെ വരുന്നേ നമുക്കും അറിയില്ല. ഇനിയിപ്പോ എന്താണ് മോളുടെ അടുത്തൊരു പ്രതീക്ഷ? നല്ല റാങ്ക് കിട്ടിയ പ്രതീക്ഷ പോലെ പ്രതീക്ഷ പോലെ NIT കോളേജിൽ തന്നെ കയറണം. അതിനുശേഷം അവിടെ 5 years കോഴിക്കോട് ആവും, അറിയില്ല, അത് കിട്ടിയിട്ടാണ് കൊടുക്കാനാവുന്നുള്ളൂ 10th. പിന്നെ 5 years കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കണം. അതിനുശേഷം ചിലപ്പോ ടീച്ചിങ് ഫീൽഡ്, അതല്ലെങ്കിൽ ഇങ്ങനെ കമ്പനി വഴി കയറാം. എനിക്ക് ഡ്രോയിങ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഡ്രോയിങ് ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് വലിയ താല്പര്യമല്ല അതിനോട്. അതിന് ഡ്രോയിങ് ഒറ്റയ്ക്കുള്ള കോഴ്സ് ഉണ്ട്, പക്ഷെ അത് തീരെ അറിയില്ല. ആർക്കിടെക്റ്റിനെ പോലെയല്ല, തീരെ അറിയില്ല. അപ്പോൾ ആർക്കിടെക്ട് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ് ആണല്ലോ. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്നുള്ളത്. വീടിന്റെ ഡിസൈനൊക്കെ വരച്ചു കൊടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ അതിന്റെ ബേസിക് ഒന്നും ഇല്ല, ജസ്റ്റ് ഇങ്ങനെ തിയറി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ കോളേജിൽ കയറിയതിനു ശേഷം വീട്ടിൽ നിറയെ ചിത്രങ്ങളാണ്, ഒരു ചുമരും വലിയൊരു ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ കാണുമ്പോൾ ഇതൊന്നും ഒരാള് ഒറ്റയ്ക്ക് വരച്ചതാണെന്ന് തോന്നില്ല. എങ്ങനെയാണ് ഈ ചിത്രം വരയ്ക്കുമ്പോഴൊക്കെ ഉള്ള സപ്പോർട്ട് വീട്ടുകാരുടെ? വീട്ടുകാർ ഭയങ്കര സപ്പോർട്ട്. ഞാൻ എന്ത് ചെയ്താലും അങ്ങനെ ഒന്നും പറയില്ല. ഞാൻ ചെയ്യട്ടെ, ഈ ചെയ്തോ, എനിക്ക് വേണമെങ്കിൽ ചെയ്തോ, ആ ഒരു ഇതിലാണ്. പിന്നെ എത്ര ടൈം എടുത്ത് ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒക്കെ ചെയ്തുതരും. ഈ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഈ സാധാരണ ലക്ഷങ്ങളൊന്നും കൊടുക്കാനില്ലാത്ത ഒരുപാട് പേര് ഈ പഠിക്കാൻ വയ്യ, അനി എന്ത് ചെയ്യുന്നറിയാതെ വിഷമിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് മോള് സ്വന്തം നിലയിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം വെച്ച് ഇത്രയും വലിയ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്താണ് ആ ലോകത്തോട് അല്ലെങ്കിൽ മോളെ കാണുന്നതും കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത്? നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായാലും നേടിയെടുക്കാൻ പറ്റും. അതിന് മുന്നിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഒക്കെ മറികടക്കാലോ ആയിക്കോളെ നമ്മൾ തന്നെ കണ്ടെത്തും. അപ്പോൾ ആഗ്രഹം ഉണ്ടായാൽ മതി, അത് നേടിയെടുക്കാം.
അതാണ് ആഗ്രഹിക്കണം. ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാകും. മാത്രമല്ല സാങ്കേതിക വിദ്യയുടെ വളർച്ച ഒരു വീട്ടിലിരുന്ന് ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കാൻ ഒരു സാധാരണക്കാരായ പെൺകുട്ടിക്ക് സാധ്യമാകും വിധം രാജ്യത്തെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്ന കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് ഹന്നയുടെ ഈ നേട്ടം വിളിച്ചു പറയുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. ഹന്ന പർവീന് എല്ലാവിധ ആശംസയും നേരുന്നു. പക്ഷേ പ്രേക്ഷകർ മനസ്സിലാക്കണം, സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഹന്നയ്ക്ക് പറന്നുയരാൻ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് സാമ്പത്തിക ചെലവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സഹായ ഹസ്തങ്ങൾ ആ കുടുംബത്തിലേക്ക് എത്തുകയാണെങ്കിൽ അത് വലിയ കാര്യമായിരിക്കും. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് 10ാം ക്ലാസ് +2 പരീക്ഷയിൽ പാസ്സായ എല്ലാ കുട്ടികളെയും ഒരു ജില്ലാ പഞ്ചായത്ത് ആദരിക്കുക. കേൾക്കുമ്പോൾ അല്പം അമ്പരപ്പ് തോന്നുമായിരിക്കും. മലപ്പുറം വണ്ടൂരിലാണ് ഈ സംഭവം. വണ്ടൂർ ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മലാണ് 3000 കുട്ടികൾക്ക് പുരസ്കാരം നൽകുന്ന ചടങ്ങ് സംഘടിപ്പിച്ചത്. 2 ദിവസമെടുത്തു മാരത്തോൺ അവാർഡ് ദാനം പൂർത്തിയാക്കാൻ. കുട്ടികൾക്ക് അവാർഡ് നൽകിയത് വണ്ടൂർ MLA AP അനിൽകുമാറും. 2 ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു ചടങ്ങ്. മുൻ വർഷങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും A+ കിട്ടിയവരെ മാത്രമായിരുന്നു ആദരിച്ചതെങ്കിൽ ഇക്കുറി ജയിച്ച എല്ലാവർക്കും സമ്മാനം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. സ്വന്തം നിലയിലാണ് ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ ടോപ്പേഴ്സ് ഡേ ചടങ്ങ് സംഘടിപ്പിച്ചത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷന്റെ തനത് പരിപാടിയായ ടോപ്പേഴ്സ് ഡേ 4th എഡിഷൻ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചു. ഏകദേശം 3000-ഓളം വിദ്യാർത്ഥികളെ ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുകയുണ്ടായി. മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ വിജയിച്ച മുഴുവൻ കുട്ടികളെയും ഒരുമിച്ചിരുത്തി അവരുടെ വിജയത്തിൽ പങ്കുചേരുക, അവരുടെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു ടോപ്പേഴ്സ് ഡേ സംഘടിപ്പിച്ചത്. 2 ദിവസങ്ങളായി നടന്ന ചടങ്ങിൽ ആദ്യ ദിനത്തിൽ +2 വിദ്യാർത്ഥികളെയും 2ാം ദിനത്തിൽ SSLC വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത്. മുഴുവൻ വിദ്യാർത്ഥികൾക്കും MLA AP അനിൽകുമാർ നേരിട്ടാണ് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും മൊമെന്റോകളും നൽകിയത്. News 18 മലപ്പുറം. തിരികെ എത്താം മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം. അത് തന്നെയാണ് അവരുടെ വാക്കുകളിലും എല്ലാം തന്നെ പ്രകടമാകുന്നത്. പൂങ്കുന്നത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ ഇതുവഴി കടന്നു പോവുകയാണ്. കഴിഞ്ഞ 5 വർഷമായി തുടരുന്ന അവരുടെ പ്രയത്നങ്ങൾ അത് വലിയ വിജയത്തിലേക്ക് എത്തിച്ചതിന്റെ സന്തോഷം എല്ലാവരിലും തന്നെയുണ്ട്. അത് അവർ ഈ കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ആധികാരികമായ വിജയം നേടിയിരിക്കുന്നു. അതിന്റെ സന്തോഷം ഇനി മന്ത്രിയായി സുരേഷ് ഗോപി തിരിച്ചെത്തുമ്പോൾ വലിയ സ്വീകരണം നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് തൃശൂരിലെ BJP പ്രവർത്തകർ. അഭിലാഷ്, ക്ലാസിക് ഡോളും അതോടൊപ്പം തന്നെ മധുര പലഹാരങ്ങളും എല്ലാം വിതരണം ചെയ്തുകൊണ്ട് ഈ വഴി കടന്നു വരുന്ന BJP പ്രവർത്തകരാണ്. കുടുംബങ്ങളൊന്നായി തന്നെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതാ പൂങ്കുന്നത്തിൽ നിന്ന് ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. പലയിടങ്ങളിൽ നിന്നായി BJP പ്രവർത്തകർ ഇതിൽ പങ്കുചേരുകയും ചെയ്യുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തികച്ചും ആധികാരികമായ വലിയ വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ അതിനുവേണ്ടി തന്നെ കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഏകീകരിച്ച പ്രവർത്തനങ്ങളാണിപ്പോൾ വിജയത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ വലിയ സന്തോഷം എല്ലാവരിലും തന്നെ പ്രകടമാണ്. അത് തന്നെയാണ് എവിടെയിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടി ഇപ്പോൾ ഇവരുടെ വലിയ ഘോഷയാത്ര കടന്നു പോവുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ എല്ലാവരും തന്നെയും ഈ ആഘോഷങ്ങളിൽ വലിയ ഈ യാത്രകളിലെല്ലാം തന്നെ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. വലിയ ഇന്ന് വൈകുന്നേരം വരെ സത്യപ്രതിജ്ഞ നടക്കുന്നവരെയും ഈ ആഘോഷങ്ങൾ നിലനിന്ന് പോകുക എന്ന് തന്നെയാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ MP അത് തൃശ്ശൂരിൽ നിന്നാണ്. ആ അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടി ആവുന്നു എന്നുള്ളതിന്റെ ഇരട്ടി മധുരമാണ്. അതാണ് ഇവിടെയുള്ള ജനങ്ങൾ. മോർണിംഗ് വൈബ്സ് തുടരുന്നു. വിമതർക്കെതിരെ കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ പുറത്താക്കും എന്നുള്ളതാണ് തീരുമാനം. നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം നടത്തുവാനും അധികാരമില്ല.
സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് സർക്കുലർ പുറപ്പെടുവിച്ചത്. നവമി ദിനേശ് ചേരുന്നു. നവമി, വലിയ തർക്കം നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഈ ഏകീകൃത കുർബാനയെ ചൊല്ലി. അപ്പോൾ അതിൽ നിലപാട് കടുപ്പിക്കുകയാണല്ലോ സഭാ നേതൃത്വം. എങ്ങനെയാണ് വിമതർ ഇതിനോട് പ്രതികരിക്കുക? എന്താണ് വിവരങ്ങൾ? എന്തോ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട് അങ്കമാലി അതിരൂപതയിൽ വിവിധ വൈദികരുടെ വലിയൊരു പ്രതിഷേധം നമ്മൾ വർഷങ്ങളായി കാണുന്നതായിരുന്നു. അതിനുശേഷം കടുത്ത നടപടികളിലേക്ക് സഭ എത്തിയിരിക്കുകയാണ്. മാർപ്പാപ്പ 2 തവണ നിർദ്ദേശം നൽകി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന്. ഒരു തവണ വീഡിയോ കോളിലൂടെയും എത്തി സന്ദേശം നൽകി ഏകീകൃത കുർബാന നടത്തിയേ മതിയാകൂ. എന്നാലും ആ ഒരു മാർപ്പാപ്പയുടെ ഉത്തരവ് അല്ലെങ്കിൽ മാർപ്പാപ്പയെ അനുസരിക്കാത്ത വൈദികർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സഭ തീരുമാനിച്ചിരിക്കുന്നത്. അതിനാൽ 2024 ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന നടത്താത്ത വൈദികരെ സഭയിൽ നിന്നും പുറത്താക്കുമെന്നുള്ളൊരു അന്ത്യശാസനം തന്നെ നൽകിയിരിക്കുകയാണ്. 3-ാം തീയതി ഏകീകൃത കുർബാന നടപ്പാക്കിയില്ലെങ്കിൽ അവർ 4-ാം തീയതി മുതൽ സഭയ്ക്ക് പുറത്തായി തന്നെ കണക്കാക്കും. അതിലിനി ഒരു മാറ്റവുമില്ല എന്നുള്ള ഒരു സർക്കുലറാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നടപടി നേരിടുന്ന വൈദികർക്ക് വിവാഹം നടത്തുവാനുള്ള അധികാരമില്ല. അതോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ സഭാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കത്തോലിക്ക സഭയിൽ തുടരാൻ ആരെയും അനുവദിക്കില്ല എന്ന് തന്നെ കർശനമായി തന്നെ സർക്കുലറിൽ പറയുന്നുണ്ട്. അതോടൊപ്പം സഭയിൽ നിന്നും ആരും പുറത്താകണമെന്ന് സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് തന്നെ സഭ ഉറച്ചു വിശ്വസിക്കുന്നു എന്നും കൂടി സർക്കുലറിൽ പറയുന്നുണ്ട്. എന്തായാലും ജൂൺ 16-ാം തീയതി ഞായറാഴ്ച എല്ലാ അതിരൂപതകളിലെ പള്ളികളിലും സർക്കുലർ വായിക്കാൻ തന്നെയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ കടുത്ത നടപടികളിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ നമുക്കറിയാം ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട പള്ളികളിൽ ഉണ്ടായ തർക്കം വലിയ രീതിയിൽ പ്രതിഷേധം പിന്നെ കോടതിയും പോലീസും ഒക്കെ ഇടപെടുന്ന ഒരു വലിയ സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. സഭയ്ക്കാകെ നാണക്കേടായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു എന്ന് മാർപ്പാപ്പ ഉൾപ്പെടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2 തവണ മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകി നിർദ്ദേശം നൽകി. പിന്നീട് വീഡിയോ കോൾ സന്ദേശത്തിലൂടെയും വന്ന നിർദ്ദേശം നൽകിയിട്ട് പോലും ഇത് അനുസരിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരം കടുത്ത നടപടികളിലേക്ക് സഭ എത്തിയിരിക്കുന്നത്. മാർപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത്തരത്തിലൊരു സർക്കുലർ എത്തിയിരിക്കുന്നത്. എന്തായാലും ജൂലൈ 3-ന് ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകും എന്നുള്ളൊരു സർക്കുലറാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തോ ഓക്കെ, നവമി തുടരുക. ഇപ്പോൾ റിജു കാഞ്ഞൂക്കാരൻ വിവിധ വിഭാഗത്തിലുള്ള ആളാണ്. ഞാൻ അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ റിജു, ഇത്തരമൊരു സർക്കുലർ വരുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ നിലപാട്? സർക്കുലർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഈ മാറ്ററുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറെ ദിവസങ്ങളായി ഞങ്ങളുടെ ഇടവക തലങ്ങളിലും ഫൊറോന, ഞങ്ങൾക്ക് 16 ഫൊറോനകളിലായി 328 ഇടവകളാണുള്ളത്. ഇടവകളിലും ഫൊറോനകളിലും ഞങ്ങൾ ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളുടെ പള്ളി, ഞങ്ങളുടെ അതിരൂപത, ഞങ്ങളുടെ വിശ്വാസം, അതിന്മേൽ അതിക്രമിച്ച് കയറാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ മുഴുവൻ ഇടവകളിലും ഭരണം നടത്തുന്ന ഇടവക സമിതികളുണ്ട്, അതായത് പാരിഷ് കൗൺസിലുകൾ. പാരിഷ് കൗൺസിലിൽ കൃത്യമായി നിയമം, ഞങ്ങളുടെ ഒരു സർക്കുലേഷൻ, ഒരു തീരുമാനമെടുക്കുന്നു. മുഴുവൻ ഇടവക സമിതിയും തീരുമാനമെടുത്തിട്ടുണ്ട്. എറണാകുളം ഇടവകയിലും ജനാഭിമുഖ കുർബാനയല്ലാതെ മറ്റൊരു കുർബാന അർപ്പിക്കാൻ അനുവദിക്കില്ല. അതിന് വിരുദ്ധമായി എറണാകുളം അതിരൂപതയിലെ പള്ളികളിലും പള്ളി സ്വത്തുകളിലും കടന്നു കയറാനുള്ള ഈ ശ്രമത്തെ ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇന്ന് പുറത്തു വന്ന ഈ സർക്കിളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഇന്ന് ഞങ്ങൾ കൂടുന്ന അടിയന്തര യോഗങ്ങളിൽ തീരുമാനമെടുത്ത് ഞങ്ങൾ പുറത്തറിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വൈദികരും തീരുമാനം നാളെ തന്നെ ഞങ്ങൾ മാധ്യമങ്ങളെ കൂടാനാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ശ്രീ റിജു, ഞാൻ ഈ മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു പൊതു സംശയം ചോദിക്കട്ടെ. ഈ മേജർ ആർച്ച് ബിഷപ്പാണല്ലോ ഇത്തരത്തിലൊരു സർക്കുലർ പുറത്തിറക്കുന്നത്. അപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിന് കീഴിലാണല്ലോ ഈ എറണാകുളം കൊച്ചി അതിരൂപതയൊക്കെ വരുന്നതും. അപ്പോൾ അത് അനുസരിക്കുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമില്ലേ, പ്രത്യേകിച്ചും മാർപ്പാപ്പ ഉൾപ്പെടെ ആ നിലപാടെടുക്കുന്ന സാഹചര്യത്തിൽ? അല്ല, ഇതിൽ അനുസരണത്തിന്റെ വിഷയത്തെക്കുറിച്ചായിട്ട് ഈ വിഷയം നടപ്പാക്കിയതിലെ സുതാര്യത ഇല്ലായ്മയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഞങ്ങൾ ആദ്യമേ മുതൽ ഇതിൽ ഉന്നയിച്ചിട്ടുള്ള പല വിഷയങ്ങളുമുണ്ട്. ഈ വിഷയങ്ങൾക്ക് ഒന്നും ഇന്നേ വരെ ഈ സിനഡോ ആക്രമിച്ചപ്പോ ഞങ്ങൾക്ക് മറുപടി വന്നിട്ടില്ല. ഈ മേജർ ചുമത്തി ഏൽക്കുന്ന അന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്.
ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി എത്ര ദൂരം മുന്നോട്ട് പോകാനും എത്ര ചർച്ചകൾ നടത്താനും ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് 6 മാസം പൂർത്തിയായി. ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം ഞങ്ങളുടെ ഒരു വൈദികനുമായോ വിശ്വാസിയുമായോ ഒരു സമിതിയുമായോ ചർച്ചകൾ നടത്തിയിട്ടില്ല. ഞങ്ങൾ പലവട്ടം ചർച്ചയ്ക്ക് ശ്രമിച്ചു, അദ്ദേഹം ഞങ്ങളെ കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എറണാകുളം അതിരൂപതയുടെ ചുമതല നിലവിൽ എനിക്കില്ല, എറണാകുളം അതിരൂപതയുടെ ഭരണ ചുമതല അഡ്മിനിസ്ട്രേറ്റർക്കും പേപ്പൽ ഡെലിഗേറ്റിനുമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ ഭരണ ചുമതല നിർവഹിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. അദ്ദേഹം ഇപ്പോൾ ഒപ്പിട്ട് സർക്കുലർ ഇറക്കുകയും ചെയ്യുന്നു. ഇവിടുത്തെ പള്ളികളിലെ കേസുകളിൽ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അഫിഡവിറ്റ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു കോടതിക്ക് ഇടപെടാമെന്ന്. എങ്കിൽ കോടതി ഇടപെട്ടിരിക്കുകയാണല്ലോ, കോടതിയിൽ കേസ് നടക്കുന്നു. കോടതിയിൽ കേസുകൾക്ക് തീരുമാനമാകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൊണ്ടുവരാൻ എങ്ങനെയാണ് സാധിക്കുക? അദ്ദേഹം തന്നെ പറഞ്ഞു കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറയുമ്പോൾ ആ കോടതിയിൽ പരിഗണിക്കുന്ന വിഷയത്തിന്മേൽ എങ്ങനെയാണ് ഒരു ഒരു നടപ്പാക്കാനാകുക? ഇതൊക്കെയാണ് ഞങ്ങളുടെ സംശയം. പിന്നെ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, മാർപ്പാപ്പ അംഗീകരിച്ച ടെക്സ്റ്റ് ഇവിടെ വന്നതിന് ശേഷം ഇവർ തിരുത്തൽ വരുത്തി. ആ തിരുത്തലിനെ ഞങ്ങൾ പലവട്ടം ചോദ്യം ചെയ്തു, അതിനുശേഷം മറുപടി ചെയ്തിട്ടില്ല. കാരണം മാർപ്പാപ്പ അംഗീകരിച്ച ടെക്സ്റ്റ് ഇവിടെ വന്നതിന് ശേഷം അതിൽ പൊതുനിർദ്ദേശങ്ങളായി കൂട്ടിച്ചേർത്ത 7ാമത്തെ പൊതുനിർദ്ദേശം വൈദികന്റെ ശരീരഭാഷയെ കുറിക്കുന്ന റൂബ്രിക്സ്, അതായത് അദ്ദേഹം തിരിഞ്ഞെടുക്കുന്ന ഭാഗത്തെ കുറിച്ച് പറയുന്ന ഭാഗം ഇവിടെ കൂട്ടിച്ചേർത്തതാണെന്ന് സിനഡ് തന്നെ പറയുന്നു. അപ്പോൾ സിനഡ് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് കൂട്ടിച്ചേർത്തു? കൂട്ടിച്ചേർത്തതിന് ശേഷം മാർപ്പാപ്പയുടെ അംഗീകാരം വാങ്ങിയോ? അത് എന്തുകൊണ്ട് പൊതുസമൂഹത്തെ അറിയിക്കുന്നില്ല? ഒരു നിമിഷം തുടരുക. ഫാദർ ആന്റണി പൂതവേലിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ഫാദർ ആന്റണി പൂതവേലിൽ ഇപ്പോൾ റിജു കാഞ്ഞുകാരൻ വിവിധ ഭാഗത്തിൽ പ്രതിനിധീകരിച്ച് സംസാരിച്ചതാണ്. ഈ മാർപ്പാപ്പ ഇറക്കിയ ഒരു സർക്കുലർ, അതിലൊരു മാറ്റം ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായോ? അതേക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവെനിക്കില്ല. ഇവിടെ വിമത വിഭാഗം അങ്ങനെയുള്ള ആരോപണങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിച്ച് സിനഡ് എടുത്ത തീരുമാനത്തെ നിഷേധിക്കാനായിട്ട് അത് തുടരെ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഉയർത്തുന്ന ആരോപണങ്ങളാണ്. അവരുടെ ഡിമാൻഡ് അനുവദിച്ചു കിട്ടാൻ വേണ്ടി ഏത് കുതന്ത്രവും അവര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. കാരണം ഇത് സിനഡിൽ വിശദമായി ചർച്ച ചെയ്ത് വത്തിക്കാൻ സമർപ്പിച്ച് മാർപ്പാപ്പയും അംഗീകരിച്ച ഒരു കുർബാന ടെക്സ്റ്റാണ്. അപ്പൊ അതില് എന്തെങ്കിലും അപാകതകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് സിനഡിലാണ് അത് ചർച്ച ചെയ്യേണ്ടതും ആ ചർച്ച ചെയ്ത് അത് എന്തെങ്കിലും പരിഹരിക്കേണ്ടത്. അതിനൊന്നും ശ്രമിക്കാതെ വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഡിമാൻഡുകൾ നേടിയെടുക്കാനുള്ള ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഫാദർ ഒന്ന് തുടരുക. ഞാൻ റിജുവിലേക്ക് ഒന്നുകൂടി പോവുകയാണ്. റിജു, ഇപ്പോൾ ഫാദർ ആന്റണി പൂതവേലിൽ പറഞ്ഞതുപോലെ അത്തരം ഒരു മാറ്റം ഇവിടെ വന്നപ്പോൾ ഉണ്ടായി എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നാണ് ഫാദർ പറഞ്ഞത്. മറ്റൊന്ന്, ഈ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമല്ലല്ലോ സിറോ മലബാർ സഭയുടെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ബാക്കി എല്ലായിടത്തും ഇല്ലാത്ത പ്രതിഷേധം നിങ്ങൾ ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയം സാധാരണ ക്രിസ്ത്യൻ വിശ്വാസികൾക്കുണ്ടാകില്ലേ? അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അതായത് 34 രൂപതകളിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും നടപ്പാക്കി എന്ന് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇന്ന് ഈ നിമിഷം വരെ ഈ പുതിയ ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റ മലയാളത്തിൽ അതല്ലാതെ മറ്റൊരു ഭാഷയിലും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇൻക്ലൂഡിംഗ് ഇംഗ്ലീഷ് പോലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. സെമിനാരികളിൽ പോലും പഴയ ടെക്സ്റ്റാണ് ഉപയോഗിക്കുന്നത്. എറണാകുളം അതിരൂപത ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഈ പുതിയ ടെക്സ്റ്റാണ്. അതിൽ ഇവർ കൂട്ടിച്ചേർത്തു എന്ന് പറയുന്ന ഭാഗം മാത്രമേ ഞങ്ങൾ ഒഴിവാക്കുന്നുള്ളൂ. ഞങ്ങൾ അതിന്റെ കാരണവും പറയുന്നുണ്ട്. അതിന് കൃത്യമായ ഒരു മറുപടി ഇന്നേ വരെ സിനഡോ മേജർ ആർച്ച് ബിഷപ്പോ വത്തിക്കാനോ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ പൂതവേലി എന്ന് പറയുന്ന വൈദികൻ കഴിഞ്ഞ 2 വർഷമായി ഇവിടെ എറണാകുളം അതിരൂപതയിൽ ഒരു കുർബാന പോലും അർപ്പിക്കാൻ കഴിയാത്ത ആളാണ്. അദ്ദേഹം ഇപ്പോൾ വൈദിക മന്ദിരത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് കുർബാന അർപ്പിക്കാൻ സാധിച്ചില്ല? എറണാകുളം അതിരൂപതയിലെ 328 പള്ളികളിൽ ഏതെങ്കിലും ഒരു പള്ളി സിനഡ് കുർബാന നടപ്പാക്കണമെന്ന് പറഞ്ഞ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടോ? എറണാകുളം അതിരൂപതയിലെ പാരിഷ് കൗൺസിലുള്ള മുഴുവൻ പള്ളികളും നിലവിലില്ല. 287 പള്ളികളിലാണ് പാരിഷ് കൗൺസിലുള്ളത്. ഈ പാരിഷ് കൗൺസിൽ മുഴുവൻ റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുന്നു, ഇവിടെ ജനാഭിപ്രായ കുർബാന മാത്രമേ നടക്കൂ എന്ന്. അത് വിശ്വാസികളുടെ നിലപാടാണ്, വിശ്വാസമാണ്. അതിനെ എങ്ങനെയാണ് ഇവർക്ക് കൗണ്ടർ ചെയ്യാനാവുക? എന്റെ വിശ്വാസം എന്നുള്ളത് എന്റെ കസ്റ്റമറി റൈറ്റ്സ് ആണ്.
അതിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അതിനെതിരെ ഒരു നിലപാടെടുക്കാൻ ഒരു വ്യക്തിക്കോ ഒരു കൂട്ടം ആളുകൾക്കോ എങ്ങനെയാണ് കഴിയുക? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. ഞങ്ങളുടെ സ്വത്തുക്കളിലും ഞങ്ങളുടെ പള്ളികളിലും ഞങ്ങളുടെ അതിരൂപതയിലും പുറമേ നിന്ന് വന്ന് അതിക്രമിച്ച് കടന്നു കയറാനുള്ള അല്ലെങ്കിൽ അധിനിവേശം നടത്താനുള്ള നീക്കത്തെ ശരി റിജു വ്യക്തമാണ്. റിജു പറഞ്ഞത് വ്യക്തമാണ്. ഞാൻ ഫാദർ ആന്റണി പൂതവേലി ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരണം. ഇപ്പോൾ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വിവിധ വിഭാഗം വൈദികനാണ്. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഈ ഇത്തരത്തിലൊരു സർക്കുലർ വരുമ്പോൾ അതിൽ ഇത് ഉത്തരവ് പാലിക്കാത്ത വൈദികർക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും വിലക്കേർപ്പെടുത്തും എന്നുള്ളതുൾപ്പെടെ അതിൽ വ്യക്തമാക്കുന്നുണ്ട്. താങ്കളൊരു വൈദികൻ കൂടി ആയതുകൊണ്ടാണ് വ്യക്തമായി താങ്കളിൽ നിന്നും അഭിപ്രായം തേടുന്നത്. നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ആദ്യം തന്നെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് വിമത വിഭാഗം വൈദികൻ എന്ന് പറയുന്ന പ്രയോഗം തന്നെ ആദ്യം എടുത്തു കളയുക. അതൊരു അപമര്യാദയായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണ്. ഞാൻ എറണാകുളം അതിരൂപതയുടെ ഒരു വൈദികനാണ്. വൈദിക സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ സേവനം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഇറങ്ങി വരിക്കുന്ന ഡോക്യുമെന്റ് അതിന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിലൊരു വ്യക്തത ചോദിച്ചോട്ടെ, വേറൊന്നുമല്ല. ഈ വിമത വിഭാഗം എന്ന് ഞാൻ സൂചിപ്പിച്ചതിനെ അതിന് വിമർശിച്ചുകൊണ്ട് ചോദിക്കുന്നതാണ്. ഈ സഭാ സർക്കുലറിനെ, സഭാ തീരുമാനങ്ങളെ, മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെ, മേജർ ആർച്ച് ബിഷപ്പിന്റെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത പക്ഷം സ്വാഭാവികമായും വിമത പക്ഷമല്ലേ എന്നുള്ളതാണ് സംശയം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാർപ്പാപ്പയോടും എല്ലാവരോടും കാര്യം പറഞ്ഞിട്ടുണ്ട്. കത്തോലിക്ക തിരുസഭയാണെങ്കിൽ അതിൽ സത്യം വേണം, നീതി വേണം. സത്യവും നീതി ഇല്ലാത്തതൊന്നും കത്തോലിക്കമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ക്രിസ്തുവിന്റെ സഭയിൽ സത്യവും നീതി. ഇന്ന് തന്നെ ഇറങ്ങിയിരിക്കുന്ന സർക്കുലറിന്റെ പ്രത്യേകത നോക്കുക. ഈ 14-ാം തീയതി സിനഡ് ഓൺലൈനിൽ കൂടാനായിട്ട് മൗണ്ട് സെന്റ് തോമസിൽ നിന്ന് സർക്കുലർ വന്നിട്ടുണ്ട്. ജൂൺ 14-ന് സിനഡ് കൂടി തീരുമാനിക്കുന്നതിനേക്കാൾ മുൻപ് എങ്ങനെയാണ് ആ സിനഡിന്റേതായിട്ട് ഒരു ഡോക്യുമെന്റ് ഇന്നലെ ഫേക്ക് ഡോക്യുമെന്റ് ആയിട്ട് പ്രോട്ടോകോൾ നമ്പർ ഇല്ലാതെ പുറത്തു വന്നത്? അതെങ്ങനെയാണ് ഇന്ന് ഒരു ഒറിജിനൽ ഡോക്യുമെന്റ് ആയിട്ട് പുറത്തു വന്നത്? ഇത് മുഴുവൻ തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് കത്തോലിക്ക സഭയിൽ തട്ടിപ്പിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയുമാണ് ഒരു കാര്യം തീരുമാനമാക്കേണ്ടത്. ഈ സിനഡ് പിതാക്കന്മാരെന്ന് പറയുന്നവർക്ക് ഈ സിനഡ് പിതാക്കന്മാരെ ഈ പെർമനന്റ് സിനഡ് അംഗങ്ങൾ മാനിക്കുന്നുണ്ടോ? ഈ സിനഡിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒരു നിമിഷം ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഒരു നിമിഷം ഫാദർ മുണ്ടാടൻ, ഒരു നിമിഷം ഫാദർ ആന്റണി പൂതവേലി തുടരുന്നുണ്ട്. ഞാൻ ആ സംശയം തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഫാദർ ആന്റണി പൂതവേലിയിൽ അങ്ങനെ ഈ 14-ാം തീയതി സിനഡ് കൂടാനുള്ള തീരുമാനമുള്ള സമയത്ത് അതിനു മുമ്പ് ഇത്തരത്തിലൊരു സർക്കുലർ ഇറക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു? അല്ല, അതിനു മുൻപായിട്ട് ശ്രീ റിജു കാഞ്ഞിക്കാരൻ പറഞ്ഞ കാര്യത്തോട് എനിക്കൊരു മറുപടി പറയേണ്ടതുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയില് കഴിഞ്ഞ 2 വർഷമായിട്ട് സിനഡ് കുർബാന എല്ലാം സാധിക്കാത്ത വൈദികനാണ് ഞാനെന്നുള്ള ആക്ഷേപം ഒരിക്കലും ശരിയല്ല. 2022 ഓശാന ഞായറാഴ്ച മുതൽ 2022 ഡിസംബർ 19-ാം തീയതി വരെ മറ്റൂർ പള്ളി വികാരി എന്നുള്ള നിലയിൽ അവിടെ നിർബാധമായിട്ട് ഈ ഏകീകൃത കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു വൈദികനാണ് ഞാൻ. ആ നിലയിലാണ് എന്നെ ഈ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയുടെ വികാരിയായി അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിയമിച്ചതും പിന്നീട് ജൂലൈ 4-ാം തീയതി എന്നെ വികാരിയായിട്ട് നിയമിച്ചതും. അപ്പൊ ഈ കാഞ്ഞൂക്കാരൻ പറയുന്നത് കാര്യങ്ങൾ അറിയാതെ തെറ്റിദ്ധാരണജനകമാണ്. പിന്നെ ഇപ്പൊ ഇവിടെ ചോദിച്ച ചോദ്യം ഇന്ന് ഇപ്പോ ഔദ്യോഗികമായി ഇറങ്ങിയിരിക്കുന്ന സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് ഇന്നലെ ആരാണ് ഇത് ചാനൽ വഴി, യൂട്യൂബ് ചാനൽ വഴി അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ചോർത്തി കൊടുത്തെന്നുള്ളത് ഗൗരവമായി കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചോർത്തി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഇന്ന് അതിന്റെ കളങ്കം മായ്ക്കാനാണോ എന്തോ ഇപ്പോ ഔദ്യോഗികമായിട്ട് അത് ഇറക്കിയിരിക്കുന്നത്. ഇപ്പൊ ഇറക്കിയിരിക്കുന്നത് 2 പേരുടെയും ഇപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡില് 2 പിതാക്കന്മാരും മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ഒപ്പിട്ടിട്ടാണ് വായിച്ചിരിക്കുന്നത്. ആ നിലയിൽ അതിനെ ഔദ്യോഗികമായിട്ട് മാത്രമേ എല്ലാവരും കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത് ആ രീതിയിൽ ഇറങ്ങാനായിട്ട് ഇടയായതിന്റെ അല്ല ഫാദറെ, ഇപ്പൊ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ചോദിച്ചത് ഈ 14-ാം തീയതി അങ്ങനെ ഒരു സിനഡ് നടക്കാനിരിക്കെ ഇപ്പോൾ അങ്ങനെ ഒരു കടുത്ത നടപടി പോലുള്ള സർക്കുലർ ഇറക്കുന്നത് ഗൂഢാലോചനയാണ് എന്നുള്ളതാണ്. അതാണ് ചോദ്യം. ഈ 14-ാം തീയതി അങ്ങനെ ഒരു സിനഡ് ചേരാനിരിക്കുകയാണോ ഈ സംഭവം? അതായത് പിതാക്കന്മാര് വത്തിക്കാനിൽ ചെന്ന് മാർപ്പാപ്പയെയും പൗരസ്ത്യ സംഘത്തെയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയെയും കണ്ട ശേഷം അവർ തമ്മിൽ നടത്തിയ ചർച്ചയുടെ വെളിച്ചത്തിൽ അവിടെ നിന്നും തയ്യാറാക്കിയതാണ്.
അവിടെ നിന്ന് തയ്യാറാക്കിയിട്ട് അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ ആണ് ഇങ്ങോട്ട് അയച്ചു കൊടുത്തത്. അപ്പോൾ പിന്നെ ഈ 14-ാം തീയതിയിലെ സിനഡ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 14-ാം തീയതിയിലെ സിനഡിൽ ഈ വിഷയം ഉണ്ടായിരുന്നില്ലേ? 14-ാം തീയതിയിലെ സിനഡ് കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വത്തിക്കാനിൽ നിന്ന് ഇവിടേക്ക് മേജർ ആർച്ച് ബിഷപ്പിനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കും കൊടുത്തിരിക്കുന്ന ഈ നിർദ്ദേശങ്ങള് അത് എല്ലാ പിതാക്കന്മാരെ അറിയിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് അവരെ അറിയിക്കുക. അതിന് ആരും ഇനി അറിഞ്ഞില്ല, ഞങ്ങൾ കേട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടാകാൻ പാടില്ല. അവരെ അറിയിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല സിനഡിൽ, അല്ലേ? ചർച്ചയില്ല, ചർച്ചയുടെ പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. വത്തിക്കാനിൽ നിന്ന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ഇത്. വത്തിക്കാനിൽ വെച്ച് തയ്യാറാക്കിയ ലെറ്ററാണത്. അത് ശരിയല്ല കേട്ടോ. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കേൾക്കാമോ? ആന്റണി പൂതവേലി അച്ഛൻ പറയുന്നത് ശരിയല്ല. കാരണം മാർപ്പാപ്പ ഈ മേജർ ആർച്ച് ബിഷപ്പിനോടും പെർമനന്റ് സിനഡ് അംഗങ്ങളോടും റോമിൽ വെച്ച് പറഞ്ഞത് എന്താണ്? മാർപ്പാപ്പയുടെ ലെറ്ററിൽ എന്താണുള്ളത്? നിങ്ങളുടെ സിനഡാണ് തീരുമാനിക്കുന്നത്. ഈ സിനഡ് എന്ന് പറയുന്നത് പൗരസ്ത്യ കാര്യാലയമോ പെർമനന്റ് സിനഡോ അംഗങ്ങളും മാത്രമല്ല. ഈ സിറോ മലബാർ സഭയിലെ എല്ലാ മെത്രാന്മാരും അടങ്ങുന്നതാണ് സിനഡ്. അപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് പെർമനന്റ് സിനഡോട് തീരുമാനമെടുക്കാനോ പൗരസ്ത്യ കാര്യാലയത്തിനോട് തീരുമാനമെടുക്കാനോ വത്തിക്കാനോട് തീരുമാനമെടുക്കാനല്ല പറഞ്ഞത്, സിനഡിനോട് തീരുമാനമെടുക്കാനാണ്. അപ്പോൾ ഈ സിനഡിൽ എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ പിതാക്കന്മാരും ഉൾക്കൊള്ളുന്ന ഒന്നോ പെർമനന്റ് സിനഡ് അംഗങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്നതല്ല. അതുകൊണ്ട് തന്നെ ആ സിനഡ് കൂടാതെയുള്ള ഈ സർക്കുലർ ഇൻവാലിഡ് ആണ്. പക്ഷേ ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഈ വത്തിക്കാന്റെ പ്രതിനിധി ഉൾപ്പെടെ കേരളത്തിലെത്തിയിരുന്നു, ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും വത്തിക്കാൻ ഈ ഏകീകൃത കുർബാന എന്നുള്ള നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമില്ലേ? അപ്പോൾ അവിടെ ഒരു പ്രശ്നം നിങ്ങൾ നേരിടുന്നില്ലേ? ഇല്ല, അതായത് ഈ ഏകീകൃത കുർബാനയുടെ പ്രശ്നം അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം മാർപ്പാപ്പ സിനഡിനോട് തീരുമാനമെടുക്കാനാണ്. ഈ സിനഡ് എന്ന് പറയുന്ന മെത്രാന്മാർ, ഈ പെർമനന്റ് സിനഡ് അംഗങ്ങൾ, സിറോ മലബാർ സഭയുടെ സിനഡ് എല്ലാ മെത്രാന്മാരും ഉൾക്കൊള്ളുന്നതല്ലേ? അപ്പോൾ എല്ലാ മെത്രാന്മാരെയും കൂടാതെ മാർപ്പാപ്പ പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള സർക്കുലർ എങ്ങനെ ഇറക്കും? അപ്പോൾ ആ സിനഡ് കൂടാൻ വേണ്ടിയിട്ടാണല്ലോ മൗണ്ട് സെന്റ് തോമസ് ഇന്ന് ജൂൺ 14-ാം തീയതി ഓൺലൈനിൽ സിനഡ് കൂടാൻ വെച്ചത്. അപ്പൊ ഓൺലൈനിൽ സിനഡ് കൂടിയിട്ടാണ് ഈ സർക്കുലർ വരണമെങ്കിൽ ഇവിടുത്തെ അത് വാലിഡ് ആണെന്നെങ്കിലും പറയാമായിരുന്നു. ഇപ്പോൾ ഇത് ഫേക്കായി. ദിസ് ഇസ് എ ഫേക്ക് ഡോക്യുമെന്റ്. ഇവിടുത്തെ ജനം, ഇവിടുത്തെ വിശ്വാസികളും വൈദികരും ഇതിനെ തള്ളിക്കളയുന്നു. ഇതൊക്കെ വളരെ കണക്കൂട്ടി തന്നെ ചോർത്തി കൊടുത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം എതിർപക്ഷത്തു നിന്ന് വരാൻ വേണ്ടി മനഃപൂർവ്വം ഒരുക്കിയ ഒരു കെണിയായിട്ടാണ്. ആരാണ് ചോർത്തി കൊടുത്തത്? മൗണ്ടിൽ കിടക്കുന്ന ഒരു ഡോക്യുമെന്റ് മൗണ്ടിൽ നിന്നല്ലാതെ എവിടെന്നാ ചോരുന്നത്? മൗണ്ടിൽ കിടക്കുന്ന ഡോക്യുമെന്റ് മൗണ്ടിൽ നിന്നല്ലാണ്ട് എവിടെന്നാ ചോരുന്നത്? ഫാദർ ആന്റണി പൊതുവേലിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വത്തിക്കാന്റെ നിലപാട് അത് ഈ പ്രാദേശികമായി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ള ഒരു അനുവാദമുണ്ടോ? എനിക്കൊരു അതായത് സീറോ മലബാർ സഭ സൂയി ജൂരി ചർച്ച ആയതുകൊണ്ടാണ് വത്തിക്കാന്റെ നിലപാടുകള് ഇവിടെ സീറോ മലബാർ സിനഡില് വിശദീകരിച്ച് അത് അംഗീകരിച്ച് അത് നടപ്പാക്കാനാണ് റോമിന്റെ നിർദ്ദേശം. അല്ലാതെ ഇവിടെ തീരുമാനം എടുക്കാനും മാർപ്പാപ്പ പറഞ്ഞ കാര്യത്തിന്റെ വിപരീതമായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ സൂയി ജൂരി ചർച്ച ആണെങ്കിൽ പോലും സീറോ മലബാർ സഭാ സിനഡിന് അധികാരമില്ല. അതല്ലേ പ്രശ്നം ഫാദർ മുണ്ടാടൻ. പ്രശ്നമില്ലേ ഈ വത്തിക്കാൻ പ്രാദേശികമായിട്ടുള്ള തീരുമാനത്തിലേക്ക് പോകുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടോ? നിലപാടുണ്ട്. പ്രാദേശികമായി തീരുമാനം എടുക്കാം, തീർച്ചയായും. അച്ഛൻ ഈ പൂതവേലി അച്ഛൻ പറഞ്ഞല്ലോ ഞാൻ കുർബാന ചൊല്ലിയിരുന്നു എന്ന്. കഴിഞ്ഞ 2 വർഷമായി എവിടെ കുർബാന ചൊല്ലിയിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. 2 വർഷമായി അദ്ദേഹം ബസിലിക്കയിൽ വികാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം അവിടെ കയറിയിരുന്നു. ഇപ്പോൾ വിശ്രമ കേന്ദ്രത്തിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന് എവിടെയാണ്? എറണാകുളം അതിരൂപതയിൽ ഏത് പള്ളിയാണ് സിനഡ് കുർബാന നടത്തണമെന്ന് പറഞ്ഞ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുള്ളത്? എറണാകുളം അതിരൂപതയിലെ മുഴുവൻ പള്ളികളും ജനാഭിമുഖ കുർബാന മാത്രമേ നടത്തൂ എന്ന് പറഞ്ഞാണ് റെസൊല്യൂഷൻ പാസ്സാക്കിയത്. കുർബാന വിശ്വാസികൾക്ക് വേണ്ടി കൂടിയാണ്, അല്ലാണ്ട് വൈദികന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ മെത്രാന് വേണ്ടി മാത്രമല്ല.
ശരി. എന്താണെങ്കിലും ഈ തർക്കം അത് ഇവിടെയും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് എന്താണെങ്കിലും സർക്കുലർ അത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഇറങ്ങിയതാണ്. വളരെ കൃത്യമായി വിമതർക്കെതിരെ നടപടി എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് സിറോ മലബാർ സഭ പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കൊച്ചി റിപ്പോർട്ടർമാരും പങ്കുവയ്ക്കുന്നത്. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്നുള്ളതാണ് മാർ റാഫേൽ തട്ടിൽ പുറപ്പെടുവിച്ച റിപ്പോർട്ടിൽ സർക്കുലറിലുള്ളത്. ഈ സർക്കുലർ അങ്ങനെ പുറത്തെത്തി എന്നുള്ള സംശയമാണ് ഇപ്പോൾ സഭാ നേതൃത്വം ഉന്നയിക്കുന്നത്. ഒപ്പം വിവിധ വിഭാഗം അതിനെ കൃത്യമായി എതിർക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഈ തർക്കം തുടരുമെന്നുള്ള സൂചന ലഭിക്കുന്നു. വളരെ നന്ദി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ, ഫാദർ ആന്റണി പൂതവേലിൽ, ഒപ്പം റിജു കാഞ്ഞുകാരൻ സമയക്കുറവുകൊണ്ടാണ് ഇടപെട്ടത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഓക്കെ, അപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയത് നമുക്കറിയാം. നരേന്ദ്രമോദി സർക്കാർ ഇന്നലെ 72 അംഗ ടീമിനെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ മൂന്നാമത്തെ ടേം എത്തുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ലോകം ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട്. നരേന്ദ്രമോദി വീണ്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ എന്തൊക്കെ വരാൻ പോകുന്നു? മാത്രമല്ല, നരേന്ദ്രമോദി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഒരുപാട് രാജ്യങ്ങൾ ആശംസയുമായി എത്തിയിരുന്നു. പ്രത്യേകിച്ചും US, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസ നൽകിയിരുന്നു. അപ്പോൾ എവരുടെയും കൗതുകം എന്താണ്? ഇനി എങ്ങനെയായിരിക്കും അടുത്ത ടേമിൽ നരേന്ദ്രമോദി പ്രവർത്തിക്കുക? എന്തൊക്കെ നയങ്ങളായിരിക്കും എടുക്കുക? എത്രത്തോളം കുതിപ്പുണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളത് കൃഷ്ണേന്ദു അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. പ്രധാനമന്ത്രി മോദിയുടെ മൂന്നാം ടേം ലോകത്തിന് എന്താണ് ഇത് അർത്ഥമാകുന്നത്? ലോകശക്തികളുടെ മുകൾ തട്ടിലേക്ക് കയറാൻ വേണ്ടത്ര ശക്തമല്ലാത്ത ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ആഴത്തിലുള്ള ആഗോള ശ്രദ്ധയും കനത്ത തന്ത്രപരമായ പ്രാധാന്യമുള്ള ഒരു രാജ്യമായിരുന്നുവെങ്കിലും മുൻപന്തിയിലേക്ക് എത്താതിരുന്ന ഒരു ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ആഗോള നയതന്ത്ര വേദിയിൽ ഇന്ത്യ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മൂന്നാം ടേമിൽ മോദി ലക്ഷ്യമിടുന്നത് എന്തൊക്കെയെന്ന ആകാംക്ഷയിലാണ് ഇപ്പോൾ ലോകം. മറ്റൊരു 5 വർഷത്തെ അധികാര സ്ഥാനത്ത് എത്തുമ്പോൾ US, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇസ്രായേൽ എന്നിവയുൾപ്പെടെ 70-ലധികം രാജ്യങ്ങൾ പ്രധാനമന്ത്രി മോദിക്ക് ആശംസകൾ അറിയിച്ചു. പാർലമെന്ററി ഭൂരിപക്ഷം കുറഞ്ഞ സാഹചര്യത്തിൽ പോലും ലോകത്തിലെ ഏറ്റവും ശക്തരായ വ്യക്തികളിൽ ഒരാളായി ലോകം മോദിയെ കാണുന്നുണ്ട്. മോദി ആഗോള സർക്യൂട്ടിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായിരിക്കും. അതിനുള്ള വ്യക്തമായ സൂചനകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിക്കഴിഞ്ഞു. ശരിക്കും നരേന്ദ്രമോദി ഇന്ത്യയെ ഗ്ലോബൽ സൗത്തിന്റെ നേതാവായി എന്നും ചിത്രീകരിച്ചു. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യവും അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയും എന്ന നിലയിൽ UN സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വം നേടുന്നതിനായി 73-കാരനായ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി. ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു മികച്ച അന്താരാഷ്ട്ര ഫാക്ടറായി മാറിക്കഴിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ നിരക്കുകളിൽ ഒന്നായി വളരുന്ന അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യ. അതിവേഗം വികസിക്കുന്ന സാങ്കേതിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. കൂടാതെ കഴിഞ്ഞ വർഷം ചാന്ദ്ര ലാൻഡിങ്ങിന് ശേഷം ഇന്ത്യ ഇപ്പോൾ ഒരു ഔപചാരിക ബഹിരാകാശ ശക്തി കൂടിയാണ്. ഈ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്താനും ലോകത്തിന്റെ അധികാര ശ്രേണിയിലേക്ക് ഇന്ത്യയുടെ കുതിപ്പ് ശക്തമാക്കാനും മോദി എന്നും മുൻഗണന നൽകുന്നു. US, UAE, ഇസ്രായേൽ എന്നിവയുമായുള്ള പുതിയ ക്വാഡ് ക്രമീകരണം മുതൽ അഭിമാനകരമായ മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം വരെ ആഗോള ഫോറങ്ങളുടെ ഒരു നിരയിൽ അദ്ദേഹം അംഗത്വം നേടിയിട്ടുണ്ട്. ഇൻഡോ പസഫിക് പങ്കാളികൾക്ക് ആയുധ വിൽപ്പന വർദ്ധിപ്പിച്ചു. മിസൈലുകളും കടൽ കൊള്ളകളും ലക്ഷ്യമിടുന്ന കപ്പലുകളെ സംരക്ഷിക്കാനും സഹായിക്കാനും മിഡിൽ ഈസ്റ്റിൽ നാവിക ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ട് മോദി ഇന്ത്യയുടെ നെറ്റ് സെക്യൂരിറ്റി പ്രൊവൈഡർ എന്ന പദവി ഉറപ്പിച്ചു കഴിഞ്ഞു. ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയെ നേരിടാൻ അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയുമായുള്ള ക്വാഡ് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇന്ന് ഇന്ത്യ. ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ $4 ബില്യൺ അത്യാധുനിക ഡ്രോണുകൾ ഇന്ത്യക്ക് വിൽക്കാൻ അംഗീകാരം നൽകി കഴിഞ്ഞു. ഇത് വടക്കൻ അയൽ രാജ്യത്തോടുള്ള ഇന്ത്യയുടെ പ്രതിരോധത്തിന് ഏറ്റവും പുതിയ കരുത്താണ്. യൂറോപ്യൻ രാജ്യങ്ങളുമായും ഇന്ത്യക്ക് വളർന്നു വരുന്ന ശക്തമായ ഒരു ബന്ധമുണ്ട്. കൂടാതെ റഫേൽ യുദ്ധവിമാനങ്ങളുടെയും സ്കോർപിയൻ ക്ലാസ് സബ്മറൈനുകളുടെയും വിൽപ്പന ഉൾപ്പെടെ ഫ്രാൻസുമായി കോടിക്കണക്കിന് ഡോളറിന്റെ പ്രതിരോധ ഇടപാടുകൾ വികസിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനി ഇന്ത്യ ചൈന ബന്ധത്തിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ബെയ്ജിംഗും ന്യൂഡൽഹിയും ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഫോറത്തിൽ മോസ്കോയ്ക്കൊപ്പം അംഗങ്ങളാണ്. എന്നാൽ 2020-ൽ
ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2 രാജ്യങ്ങൾ, ഇന്ത്യയും ചൈനയും. ഇവർ തമ്മിലുള്ള ബന്ധം അവരുടെ 3500 കിലോമീറ്റർ അതിർത്തിയിൽ ഉയർന്ന ഏറ്റുമുട്ടലിൽ തലകീഴായി മറിയുകയായിരുന്നു. ആഗോള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഇന്ത്യ വാദിക്കുന്നതോടെ ആഫ്രിക്കൻ യൂണിയൻ ബ്ലോക്ക് G20-യിൽ സ്ഥിര അംഗമായി മാറിയത് മോദിയുടെ നിരീക്ഷണത്തിലാണ്. അതുപോലെ വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളുടെ ബ്രിക്സ് ക്ലബിന്റെ സ്ഥാപക അംഗം കൂടിയാണ് ഇന്ന് ഇന്ത്യ. ന്യൂഡൽഹിയും മോസ്കോയും തമ്മിൽ കോൾഡ് വാർ മുതലുള്ള ബന്ധമാണുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാർ കൂടിയാണ് റഷ്യ. യുക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിനെതിരായ വ്യക്തമായ വിമർശനങ്ങളിൽ നിന്ന് ന്യൂഡൽഹി ഒഴിഞ്ഞുമാറി. മോസ്കോയെ അപലപിക്കുന്ന UN പ്രമേയങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം റഷ്യയുടെ ക്രൂഡ് ഓയിൽ വിതരണം വെട്ടിക്കുറച്ചു. ഇസ്ലാമാബാദിലെ അതിർത്തി കടന്നുള്ള ഭീകരവാദം ആരോപിച്ച് എതിരാളികളായ പാകിസ്ഥാനുമായി ഇടപഴകാൻ മോദി സർക്കാർ എന്നും വിസമ്മതിച്ചു. 1947-ൽ ഉപഭൂഖണ്ഡത്തിന്റെ വിഭജനത്തിൽ നിന്ന് വേർപെട്ടതിനു ശേഷം ഇരു രാജ്യങ്ങളും നിരവധി ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്. സംഘർഷങ്ങളുടെ കേന്ദ്രമായി കാശ്മീർ മാറിയതും ഇതോടൊപ്പം ചേർത്ത് വയ്ക്കേണ്ടതാണ്. 2015-ൽ മോദി പാക് നഗരമായ ലാഹോറിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയെങ്കിലും 2019-ൽ ബന്ധം വീണ്ടും വഷളായി. എന്തായാലും ഇന്ത്യയെ വിശ്വഗുരു ആക്കുമെന്ന് മോദി പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് മികച്ച നേതൃത്വത്തെ ഉയർത്തിക്കാട്ടുമ്പോൾ വളർന്നു വരുന്ന ഒരു ശക്തിക്ക് അതിന്റെ സ്ഥാപക ഫോറിൻ പോളിസികളിൽ എങ്ങനെ ഉറച്ചു നിൽക്കാമെന്ന് പഠിപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ജയ് ഹിന്ദ്. ദക്ഷിണേന്ത്യയിലെ BJP മുന്നേറ്റങ്ങൾക്ക് ലഭിച്ച പൊൻതൂവലാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സാന്നിധ്യം. കേരള രാഷ്ട്രീയത്തിലും പുതിയൊരു ഏടായി സുരേഷ് ഗോപിയുടെ സ്ഥാനം എന്നും വിലയിരുത്തപ്പെടും. ഇന്ത്യയിലെ BJP മുന്നേറ്റങ്ങൾക്ക് ലഭിച്ച പൊൻതൂവലാണ് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സാന്നിധ്യം. കേരള രാഷ്ട്രീയ ചരിത്രത്തിലും പുതിയൊരേടായി സുരേഷ് ഗോപിയുടെ സ്ഥാനം എന്നും വിലയിരുത്തപ്പെടും. അനീതികൾക്കെതിരെ പോരാടുന്ന നായകൻ. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പൊട്ടിത്തെറിച്ചപ്പോൾ ജനം കൈയടിച്ചു. സമൂഹം പറയാൻ ആഗ്രഹിച്ചത് നായകൻ നെടുനീളൻ സംഭാഷണങ്ങളിൽ പറഞ്ഞു തീർത്തപ്പോൾ സാധാരണക്കാരൻ തിയേറ്ററിനുള്ളിൽ ആരവം തീർത്തു. ഓരോ പൗരനും സമൂഹത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളായിരുന്നു ആ നായകൻ തന്റെ കഥാപാത്രങ്ങളിലൂടെ പറഞ്ഞതെല്ലാം. സിനിമയിൽ തിന്മകൾക്കും അനീതികൾക്കുമെതിരെ പടപൊരുതിയ ആ നായകനെ തന്നെ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തു. അതെ, മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ഇനി രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രി. ഓരോ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളും മാറി മാറി വന്നു. വർഷങ്ങളുടെ ഇടവേളകളിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും ആവർത്തിച്ചു. നേമത്ത് O രാജഗോപാൽ ജയിച്ചു കയറിയെങ്കിലും ആവർത്തിച്ചില്ല. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കേരളത്തിലെ പ്രവർത്തകർ നിരാശയിലും. 2014-ൽ 1ാം മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും കേരളത്തിൽ 0 എന്ന പരിഹാസം BJPക്കാർ നിരന്തരം കേട്ടു. ഇതങ്ങനെ തുടർന്നു. അങ്ങനെയിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധത്തിൽ ഒരു താര രാഷ്ട്രീയ പ്രവേശനം കേരള BJPയിൽ സാധ്യമായി. 2015-ലാണത്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശനത്തോടെ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ ഒരു പുതുയുഗ പിറവിക്കാണ് തുടക്കമായത്. ജനസേവനത്തിൽ സുരേഷ് ഗോപിക്കുള്ള നിസ്വാർത്ഥ മനോഭാവം ഇതിനോടകം കേരളം തിരിച്ചറിഞ്ഞതാണ്. താങ്ങും തണലും കൈത്താങ്ങും ആവശ്യമുള്ളവർക്ക് ഏത് നിമിഷവും സുരേഷ് ഗോപിയുടെ ഹസ്തങ്ങൾ പല വഴി ലഭിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ ഇതിൽ പലതും പുറം ലോകം അറിഞ്ഞിട്ടു പോലുമില്ല. ഞാൻ കോടീശ്വരൻ പരിപാടിയിൽ മത്സരാർത്ഥികളുടെ ദുഃഖം കേട്ട സഹായങ്ങൾ വേദിയിൽ വെച്ച് തന്നെ സുരേഷ് ഗോപി പ്രഖ്യാപിച്ചപ്പോൾ ആ മനുഷ്യസ്നേഹിയുടെ യഥാർത്ഥ മുഖം പലരും തിരിച്ചറിഞ്ഞു. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇരു തെരഞ്ഞെടുപ്പുകളിലും തൃശൂർ എടുക്കുമെന്ന് സുരേഷ് ഗോപി ആവർത്തിച്ചു. രാഷ്ട്രീയ വൈരികൾ പരിഹസിച്ചു. ഇരു തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടപ്പോൾ പരിഹാസം ഇരട്ടിയായി. എങ്കിലും ഒരു തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് ലഭിച്ച വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ച ഇരു മുന്നണികളെയും വിറപ്പിക്കാൻ സുരേഷ് ഗോപിക്ക് അന്ന് സാധിച്ചിരുന്നു. തൃശൂരിലെ ജനങ്ങൾ തന്നെ തെരഞ്ഞെടുത്തില്ലെങ്കിലും അവിടം കേന്ദ്രീകരിച്ച ജനസേവനങ്ങളുമായി സുരേഷ് ഗോപി തുടർന്നു. പല വിഷയങ്ങളിലും രാഷ്ട്രീയമായും വ്യക്തിപരമായും അദ്ദേഹം ഇടപെട്ടു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും തൃശൂർ പൂര വിവാദവുമെല്ലാം ചില ഉദാഹരണങ്ങൾ മാത്രം. തൃശൂരിന് ഇണങ്ങിയ യഥാർത്ഥ ജനസേവകൻ സുരേഷ് ഗോപി തന്നെയെന്ന്
ജനങ്ങളെ അദ്ദേഹം ബോധ്യപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയായിരുന്നു ഇക്കുറി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് സുരേഷ് ഗോപിയുടെ മാസ് എൻട്രി നടത്തിയത്. തീർന്നില്ല, പിന്നെയും തൃശൂരിൽ മോദി വന്നു. എപ്പോഴും ഒപ്പം തലയെടുപ്പോടെ തുറന്ന ജീപ്പിലുണ്ടായിരുന്നത് സുരേഷ് ഗോപി അല്ലാതെ മറ്റാരുമല്ല. ഗുരുവായൂരിൽ മകൾ ഭാഗ്യയുടെ വിവാഹത്തിനുമെത്തി സാക്ഷാൽ പ്രധാനമന്ത്രി. വർഷം 2024 ജൂൺ 4 കേരളം പുതിയ രാഷ്ട്രീയ ദിശാമാറ്റങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുവെന്ന് സുരേഷ് ഗോപിയിലൂടെ ബോധ്യപ്പെടുത്തിയ ദിവസം. ഒരു തപസ്യ പോലെ തൃശൂരിലെ ജനങ്ങൾക്കിടയിൽ സുരേഷ് ഗോപി പ്രവർത്തിച്ചതിന്റെ ഫലം BJPക്ക് പുത്തൻ ഉണർവ് നൽകിയ ദിവസം. തൃശൂരിലെ ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധിയായി സുരേഷ് ഗോപിയെ തെരഞ്ഞെടുത്തു. അതും അന്തസ്സായ ഭൂരിപക്ഷത്തിൽ തന്നെ. അനാവശ്യ വിവാദങ്ങൾ പോലും പലപ്പോഴും തളർത്തിയപ്പോഴും തോറ്റുകൊടുക്കാതെ മുന്നേറിയ ആ നായകൻ യഥാർത്ഥ ജീവിതത്തിലും അങ്ങനെ ജനനായകനായി മാറി. കേരള രാഷ്ട്രീയത്തിലെ ഏകലവ്യൻ 3ാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുട്ടപ്പനയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ അറപ്പുരവിള വീട്ടിൽ മണിലാൽ, ഭാര്യ സ്മിത, മകൻ അഭിലാൽ എന്നിവരെയാണ് വിഷം കഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അരുൺ മോഹൻ ചേരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, എന്താണ് വിവരങ്ങൾ? എന്തോ വളരെ സങ്കടകരമായൊരു വാർത്തയാണ് രാവിലെ പങ്കുവയ്ക്കാനുള്ളത്. നെയ്യാറ്റിൻകര കൂട്ടപ്പനിലാണ് ഈ കുടുംബം ആത്മഹത്യ ചെയ്തതായി നമുക്ക് മനസ്സിലാക്കിയത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. നെയ്യാറ്റിൻകര കൂട്ടപ്പന അറപ്പുരവിള വീട്ടിൽ മണിലാൽ, ഭാര്യ സ്മിത, മകൻ അഭിലാൽ എന്നിവരെയാണ് വിഷമുള്ളിൽ ചെന്ന് മരിച്ച നിലയിലായി കണ്ടെത്തിയത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവർക്ക് സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് നേരിടുകയായിരുന്നു കുടുംബം എന്നാണ് മനസ്സിലാക്കിയത്. ഈ മണിലാല് CK ഹരീന്ദ്രൻ എൽമെന്റയുടെ മുൻകാല ഡ്രൈവറായിരുന്നു. ആ ജോലിക്ക് ശേഷം ഇപ്പോൾ എറണാകുളത്തിൽ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. തയ്യൽ തൊഴിലാളിയാണ് സ്മിത, മകൻ പഠിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പ്രാഥമികമായി അറിയാൻ കഴിയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് തന്നെയാണ്. പോലീസിന് സ്മിതയുടെ എന്ന് കരുതുന്ന ഒരു കുറിപ്പും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ അവിടെ നിന്ന് മാറ്റിയോ? ഇൻക്വസ്റ്റ് ഒക്കെ പൂർത്തിയായോ ആരോൺ? മൃതദേഹങ്ങൾ കാരണം ഇവരുടെ അബോധാവസ്ഥയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റുകയായിരുന്നു. അവിടെ സ്ഥിരീകരിച്ച ശേഷം മോർച്ചറിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. മറ്റു നടപടിക്രമങ്ങൾ നെയ്യാറ്റിൻകര പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തി വരികയാണ്. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കുടുംബത്തിലെ 3 പേർ സാമ്പത്തിക ബാധ്യതയാണ് അതിന് കാരണം, പ്രേരകമെന്ന് കരുതുന്നു. നെയ്യാറ്റിൻകര കൂട്ടപ്പനയിലാണ് ഈ 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. മണിലാൽ, സ്മിത ഭാര്യയാണ്, മകൻ അഭിലാൽ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 1.5 ഏക്കർ സ്ഥലത്ത് 2.5 ലക്ഷം കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ച് 2 യുവാക്കൾ. എരുവെട്ടി സ്വദേശി രഞ്ജിത്തും വെണ്ടുട്ടായിലെ ഷിജുകുമാറുമാണ് പിണറായിലെ വിശാലമായ സ്ഥലത്ത് അത്യുൽപാദന ശേഷിയുള്ള കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചത്. കമുകിൻ തൈകളുടെ വിപണോദ്ഘാടനം പിണറായി കൽപ്പക നഴ്സറിയിൽ നടന്നു. സുഹൃത്തിനു വേണ്ടി ഏറ്റവും മികച്ച കമുകിൻ തൈകൾ തേടിയുള്ള അലച്ചിലാണ് രഞ്ജിത്തിന്റെയും ഷിജുകുമാറിന്റെയും ജീവിതത്തിൽ പുതിയൊരു തുടക്കമിട്ടത്. കമുകിൻ തൈകൾക്കായുള്ള അന്വേഷണം അടുത്തപ്പോൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനത്തിൽ ഇവരെത്തുകയായിരുന്നു. അങ്ങനെയാണ് 2 സുഹൃത്തുക്കളും ചേർന്ന് ഇന്ന് ഈ കാണുന്ന 2.5 ലക്ഷം കമുകിൻ തൈകൾ ഉൽപ്പാദിപ്പിച്ചത്. എരവട്ടിയിലെ ഇലക്ട്രീഷ്യനാണ് രഞ്ജിത്ത്. നഴ്സറി ഉടമയാണ് VN ഷിജുകുമാർ. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടി നല്ല തൈക്ക് വേണ്ടി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞപ്പോൾ തൈക്ക് സാധാരണ മാർക്കറ്റിൽ ഉള്ളതിനേക്കാളും വില ആവശ്യപ്പെടുകയും നല്ല തൈ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങൾ ഉൽപ്പാദനം എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ചർച്ച ചെയ്യുകയും എത്തിപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പരിചരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നടിയിൽ സമയത്ത് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ പ്ലാന്റേഷൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ഇന്റർമംഗള, മോഹിത് നഗർ, കാസർഗോഡൻ എന്നീ 3 വെറൈറ്റികളാണ്. തയ്യാക്കി മാറ്റാൻ നമുക്ക് ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത ഉള്ളതുകൊണ്ടും യതീന്ദ്രൻ മാഷ് നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചതുകൊണ്ടും ഇവിടെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുകൂടാതെ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തത്. അവർക്ക് ജോലിയില്ലാത്ത സമയത്ത് അവരുടെ സഹകരണം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലേബറിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കാര്യമായിട്ടുണ്ടായിട്ടില്ല. ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയ വഴിയും പത്രങ്ങളിലൊക്കെ വന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ
ഇതിനെ അന്വേഷിച്ച് ഇവിടെ എത്തുകയും അതുകൂടാതെ നമ്മൾ ഓൾറെഡി നഴ്സറി ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കസ്റ്റമർ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിങ്ങിന് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഗുണനിലവാരവും അത്യുൽപാദന ശേഷിയുമുള്ള കമുകിൻ തൈകളുടെ തോട്ടമാണ് ഒരുക്കിയത്. കാസർഗോഡ്, കർണാടക തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ചാണ് ഇവർ ഗുണനിലവാരമുള്ള അടയ്ക്ക ശേഖരിച്ചത്. ഖത്തർ റേഡിയോ ഡയറക്ടറായിരുന്ന വെണ്ടുട്ടായിലെ യതീന്ദ്രന്റെ 1.5 ഏക്കറിലധികം സ്ഥലവും ജലസേചന സംവിധാനങ്ങളും യുവാക്കൾക്ക് വിട്ടു നൽകി. ഇന്റർമംഗള, മംഗള, മോഹിത് നഗർ, കാസർഗോഡൻ തുടങ്ങി വിവിധ അടയ്ക്കകളുടെ 2.5 ലക്ഷത്തിലേറെ തൈകളാണ് ഇവരുടെ നഴ്സറിയിലുള്ളത്. തൈകളുടെ വിപണനോദ്ഘാടനം പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ നിർവഹിച്ചു. ആദ്യ വിൽപ്പന AICC മെമ്പർ VA നാരായണൻ ശ്രീധരൻ മാസ്റ്റർക്ക് നിർവഹിച്ചു. ന്യൂസ് 18 കണ്ണൂർ. ഓക്കെ, അപ്പോൾ ഈ കാഴ്ചയോടുകൂടി മോർണിംഗ് വേബ്സിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. അപ്പോൾ ന്യൂസ് 18 തുടരുക. നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ സഭയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ഉടൻ തന്നെ എത്തും. 9 മണിക്ക് വാർത്താരംഭം ആരംഭിക്കും. അതിൽ പങ്കുചേരുക. തൽക്കാലത്തേക്ക് പൂർണ്ണമാവുന്നു മോർണിംഗ് വേബ്സ്. നമസ്കാരം.